ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? അടുത്തിടെയായി ഞാൻ ചെയ്ത ഷോർട്ട് വീഡിയോയിൽ നിന്നുള്ള ഫുൾ വീഡിയോ തന്നെയാണിത്. ഈ ഡ്രാമ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. ഡ്രാമ ലൈക്ക് ചെയ്താൽ ഉടനടി തന്നെ ഹൈപ്പ് ഓപ്ഷൻ വരുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾ ഹൈപ്പ് കൊടുക്കാതിരിക്കാൻ മറക്കരുത്. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള യാങ്ങും ഹീറോയിനായിട്ടുള്ള യുമിങ്ങിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ ആവട്ടെ യാങ്ങിൻ്റെ അടുത്ത് നമുക്ക് ബ്രേക്കപ്പ് ആവുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരിക്കലും സെറ്റ് ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരുഷമായി തന്നെ അവനോട് പറയുകയും അതിനുശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന കേക്കൊക്കെ അവൾ തട്ടി താഴേക്ക് എറിയുകയും ചെയ്യുന്നുണ്ട്. നീ എന്താ കളി പറയുകയാണോ എന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛനാവട്ടെ നീ യാങ്ങിനെ ബ്രേക്കപ്പ് ചെയ്തേ മതിയാവൂ. നമ്മളുടെ ഫാമിലി ഇപ്പോൾ ബാങ്ക്രപ്റ്റ് ആവാൻ പോവുകയാണ്. ഹുവ ഫാമിലിയിലെ ഹുവാജിനെ നീ വിവാഹം കഴിച്ചേ മതിയാവൂ. അവൻ നിനക്ക് കറക്റ്റായിട്ടുള്ള ആള് തന്നെയാണ്. അവളതിന് വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും ആ യാങ്ങിന്റെ തലയിൽ ഈ കടങ്ങളെല്ലാം കെട്ടിവെക്കണോ എന്ന് അവളുടെ അച്ഛൻ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. തന്റെ കുടുംബത്തിന്റെ കടബാധ്യതകൾ ആ പാവപ്പെട്ടവന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ ഹീറോയിൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛന്റെ നിർദ്ദേശപ്രകാരം മനസ്സില്ലാ മനസ്സോടെ തന്നെ അവനെ ബ്രേക്കപ്പ് ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നു. പക്ഷെ അവളുടെ ഈ പിന്മാറ്റം അവൻ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ തീർത്തും അവനെ മടുത്തു എന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ അവനവിടെ വല്ലാതെ സങ്കടമാവുകയും അവളുടെ ഈ തീരുമാനമോർത്ത് അവൾ തീർച്ചയായും വിഷമിക്കുമെന്നും പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവന്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് നടന്നതിന് ശേഷം ഒരുപാട് കരയുന്നുണ്ട്. അവൾ കരയുകയാണെന്നുള്ള വിവരമൊന്നും അറിയില്ലായിരുന്നു. അവനും ഈ സമയത്ത് ഒരുപാട് വല്ലാതെ സങ്കടത്തിലായിരുന്നു. അവന്റെ കണ്ണുകളും ഈ സമയത്ത് നിറയുന്നുണ്ടായിരുന്നു. അവർക്കിടയിലുള്ള ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ രണ്ടുപേരും ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവരിരുവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ആക്ച്വലി ഈ ഹീറോയുടെ ഫാമിലി ഒരു പുവർ ഫാമിലിയാണ്. അവൻ അച്ഛനും അമ്മയും ഒന്നുമില്ല. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്താണ് അവൻ പഠിക്കുന്നത്. ഹീറോയിനാണ് അവൻ ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസമാണ് കാണിക്കുന്നത്. യാങ് ഒരു വലിയ പണക്കാരനായിരിക്കുകയാണ്. പ്രസിഡന്റ് യാങ് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അവന് ചുറ്റും എല്ലാവരും കൂടുന്നുണ്ട്. പത്രക്കാരും ടിവിക്കാരും ഒക്കെ. അതേ ഇടത്തിൽ തന്നെ ഹീറോയിനും ഉണ്ടായിരുന്നു. അവളൊരു സൈക്കിളിലാണ് അവിടെ നിൽക്കുന്നത് തന്നെ. അവിടേക്ക് വന്നപ്പോൾ തന്നെ പഴയ ഓർമ്മകളൊക്കെ ഹീറോയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം ഇപ്പോഴാണ് അവൻ എബ്രോഡിൽ നിന്ന് ചൈനയിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നത്. ചൈനയിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയത് എന്തുകൊണ്ടാണെന്നൊക്കെ പത്രപ്രവർത്തകർ അവനോട് തിരക്കുന്നുണ്ട്. ചില മുഖ്യമായ ബിസിനസ് ഒക്കെ ചെയ്യാനുണ്ടെന്നാണ് ഹീറോ അവർക്ക് കൊടുത്ത മറുപടി. ഹീറോയിൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണിൽ പെട്ടുകൂടാ എന്ന് കരുതിക്കൊണ്ട് തന്നെ സൈക്കിൾ എടുത്ത് അവൾ അവിടെ നിന്ന് വേഗം പോകുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോ വളരെ ബിസി ആയിരുന്നത് കൊണ്ട് തന്നെ അവളെ കണ്ടില്ല. നെക്സ്റ്റ് സീനിലെ യുമിങ്ങിനെയാണ് കാണിക്കുന്നത്. അവൾ പാർട്ട് ടൈമായി ഒരു ബാറിലാണ് വർക്ക് ചെയ്യുന്നത്. മാനേജർ ആവട്ടെ അവളെ കണ്ടുപിടിഞ്ഞ് തന്നെ അവളുടെ അടുത്ത് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്, പെട്ടെന്ന് തന്നെ വാ എന്നും പറഞ്ഞ് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആ ഗസ്റ്റ് വേറെ ആരുമായിരുന്നില്ല, യാങ് തന്നെയായിരുന്നു. അവന്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയിട്ട് ഒരു മീറ്റപ്പ് അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ അവിടേക്ക് വന്നതാണ്. അവളെ കണ്ടപ്പോൾ തന്നെ ഹീറോ വല്ലാതെ നോക്കുന്നുണ്ട്. അതുമാത്രമല്ല ഹീറോയിൻ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. രണ്ടുപേരും പരിചിതരെ പോലെ പെരുമാറിയതേയില്ല. അവനെ അവിടെ ചെന്ന് ശാന്തമായി തന്നെ ഇരിക്കുന്നു. ഈ സമയത്ത് അവിടേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അവളുടെ പേര് ഷിയ എന്നാണ്. അവള് ഹീറോ എടുത്ത് വളരെ അടുത്തിടപഴകുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ കരുതുന്നുണ്ട് അവർ തമ്മിൽ ചിലപ്പോൾ ലവേഴ്സ് ആയിരിക്കാമെന്ന്. ഹീറോയിനാവട്ടെ അവളങ്ങനെ അടുത്തിടപഴകുന്നതൊക്കെ കണ്ടിട്ട് വല്ലാതെ വിഷമമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ ഡ്രിങ്ക്സ് ഒക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഹീറോ ആവട്ടെ ഒരു മിനിറ്റ് നിന്ന് ഈ ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്ത് തന്നിട്ട് പൊക്കോ എന്ന് തന്നെ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. വേഗം വന്ന് ഓറഞ്ച് കട്ട് ചെയ്ത് കൊടുക്ക്, യാങ് പറയുന്നത് കേട്ടില്ലേ എന്ന് ദേഷ്യത്തോടെ തന്നെ ഷിയയും പറയുന്നുണ്ട്. അവളുടെ ജോലി ഇത് തന്നെ ആയതുകൊണ്ട് അവൻ പറയുന്നത് അനുസരിക്കാതെ അവൾക്ക് വേറെ മാർഗമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പോയി ഓറഞ്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവൾക്ക് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നുണ്ട്. യുമിങ്ങിനും യാങ്ങിനും ഓറഞ്ച് വലിയ ഇഷ്ടമായിരുന്നു. ഹീറോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹീറോയിനാവട്ടെ ബോറടിക്കുന്നു, ഒരു ഓറഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു ടേബിളിലുണ്ടായിരുന്ന ഒരു ഓറഞ്ച് എടുത്ത് പീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹീറോ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട്, ഇനി മുതൽ ഞാനായിരിക്കും നിനക്ക് പീൽ ചെയ്ത് തരാൻ പോകുന്നതെന്നും നിനക്കത് കഴിക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. ലൈഫിലും അങ്ങനെ തന്നെ പോരെയെന്ന് അവളുടെ അടുത്ത് അവൻ ചോദിക്കുമ്പോൾ അങ്ങനെ മാത്രം മതിയെന്ന് അവളും പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിനാവട്ടെ അവരുടെ സന്തോഷകരമായ ആ നിമിഷങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഷിയ വളരെ അടുപ്പമുള്ളതുപോലെ അവനോട് പെരുമാറുന്നത് വീണ്ടും ഹീറോയിൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി അവളുടെ കയ്യിൽ കൊണ്ട് മുറിയുന്നുണ്ട്. ഷിയ ആവട്ടെ നിനക്കൊരു ഓറഞ്ച് പോലും നേരെ ചൊവ്വേ കട്ട് ചെയ്യാൻ അറിയാതെയാണോ ഇവിടെ വന്ന് ജോലിക്ക് നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വളരെയധികം ദേഷ്യത്തോടെ അവളോട് സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയ യുമിങ്ങി തന്നെയാണ് അവളെന്ന് ഷിയ കണ്ടെത്തുന്നത്. ഷിയ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഓൾഡ് ക്ലാസ്മേറ്റിന്റെ റീയൂണിയനാണ്, നീ ഇപ്പോൾ ഇവിടെ ബാർ ഗേൾ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, നീയും വന്ന് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലെ വിദ്വേഷം മറച്ചു വെച്ച് അവൾക്കൊരു ഗ്ലാസ് വൈൻ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതവള് കുടിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൾക്ക് 10 മടങ്ങ് ടിപ്പ് കൊടുക്കാമെന്നും പറഞ്ഞ് അവളെ അപമാനിക്കുന്നുണ്ട്. പക്ഷേ അപമാനമൊന്നും ഏറ്റുവാങ്ങാൻ ഹീറോയിൻ തയ്യാറല്ലായിരുന്നു. ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണുള്ളത്, എനിക്കിവിടെ ഡ്രിങ്ക്സ് സെർവ് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ,
ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ സാധിക്കില്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഷിയെ ആവട്ടെ നിർബന്ധപൂർവ്വം അവളെ കൊണ്ടത് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ പിടിവലിക്കിടയ്ക്ക് ആ ഡ്രിങ്ക്സ് ആവട്ടെ എല്ലാം ഹീറോയുടെ കോട്ടിലേക്കാണ് അബദ്ധവശാൽ ചെന്ന് വീഴുന്നത്. ഹീറോയിനാവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ പതറുന്നുണ്ട്. ഷിയ പറയുന്നുണ്ട്, ഈ കോട്ടാവട്ടെ വളരെയധികം വിലപിടിപ്പുള്ള കോട്ടാണ്, നിന്നെ കൊണ്ട് ഇതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് തന്നെ അവൾ പറയുന്നു. പ്രസിഡന്റ് യാങ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഹീറോയിൻ പറയുമ്പോൾ ഷിയ ആവട്ടെ പുച്ഛത്തോടെ തന്നെ നിന്നെ കൊണ്ട് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കും, 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിന്റെ ഫാമിലി ബാങ്ക്രപ്റ്റ് ആയതല്ലേ ഈ പൊട്ടിയ ബ്രേസ്ലെറ്റ് പോലെ എന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ആ ബ്രേസ്ലെറ്റ് എൻ്റെ ഹീറോ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് അവൻ തന്നെയായിരുന്നു അവളുടെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് ധരിപ്പിച്ചു കൊടുത്തത്. ഇപ്പോഴും അവളത് കയ്യിൽ ധരിച്ചിട്ടുണ്ടല്ലോ എന്ന സത്യം അവൻ വളരെ ഞെട്ടലോടെ തന്നെയാണ് മനസ്സിലാക്കിയത്. ഉടനടി ആ മുറിവിട്ട് എല്ലാവരോടും പുറത്തേക്ക് പോകാൻ ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. ഷിയ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നീ ഇവിടെ നിന്ന് പോകണമെന്ന് തന്നെ ഹീറോ പറയുന്നു. വേറെ വഴിയില്ലാതെ ഷിയ അവിടെ നിന്ന് പോകുന്നു. താൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് അവനോട് ക്ഷമ പറഞ്ഞതിന് ശേഷം അതിനുള്ള കോമ്പൻസേഷൻ അവന് നൽകാമെന്ന് പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ പിടിച്ചു വലിച്ച് സോഫയിലേക്ക് കിടത്തിയതിനു ശേഷം എന്നെ അറിയാത്ത പോലെ നീ നടിക്കരുതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ വളർത്തിയ മുത്തച്ഛനാവട്ടെ സുഖമില്ലാതായപ്പോൾ ഹോസ്പിറ്റൽ ബില്ലൊന്നും കെട്ടാനുള്ള പണം അവൻ്റെ കയ്യിലില്ലായിരുന്നു. ഹീറോയിനാണ് ആ ബില്ലൊക്കെ പേ ചെയ്ത് അവനെ ഹെൽപ്പ് ചെയ്യുന്നത്. അവൻ എന്ത് പ്രശ്നം ഉണ്ടായാലും അവനോടൊപ്പം നിന്ന് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഈ രംഗങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നു. പല സന്ദർഭങ്ങളിലും ആരോരുമില്ലാത്ത നേരത്ത് അവൾ അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവനും ആലോചിക്കുന്നുണ്ട്. ഇനിയെങ്കിലും സത്യം പറ, ഇത്രയും നാൾ നീ എന്നെ മിസ് ചെയ്തില്ലേ, നീ എന്നെ അത്രത്തോളം വെറുത്തിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ ഇപ്പോൾ ഈ ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ അവൻ ചോദിച്ച് അവളുടെ അടുത്തേക്ക് ക്ലോസ് ആയി പോകുന്നുണ്ട്. എന്നാൽ ഹീറോയിനാവട്ടെ അവനെ പിടിച്ച് തള്ളിവിടുന്നുണ്ട്. അവൾ അവനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയധികം തെറ്റാണ്, നമ്മൾ തമ്മിൽ ഓൾറെഡി ബ്രേക്കപ്പ് ആയതാണ്, ഇനി ഇതിനെപ്പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ ശരി ഞാൻ പാസ്റ്റിനെ പറ്റി പറയുന്നില്ല, ഇപ്പോഴത്തെ കാര്യത്തെ പറ്റി പറയാം, എൻ്റെ കോട്ടിൻ്റെ കോമ്പൻസേഷൻ നീ തരാന്നല്ലേ പറഞ്ഞത്, ഇതിന്റെ വില എത്രയാണെന്ന് അറിയാമോ, 3 മില്യൺ ആണെന്ന് പറയുമ്പോൾ ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അത്രയധികം പണമൊന്നും അവളെ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് നൽകാൻ സാധിക്കില്ല എന്ന് അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അത്രയും പണമൊന്നും തൻ്റെ പക്കലില്ല എന്നും ഡ്രൈ ക്ലീൻ ചെയ്ത് തരാമെന്നും അവൾ പറയുന്നുണ്ട്. അവനാവട്ടെ അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവൾ തന്നെ അത് അവൻ്റെ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ വളരെ ബിസിയാണ്, അതൊന്നും സാധിക്കില്ല എന്ന് അവളും പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, പണമൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല, പകരം അവളുടെ ശരീരം കൊണ്ട് പേ ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അവളാവട്ടെ വളരെയധികം ദേഷ്യം വന്ന് അപമാനിതയായി അവൻ്റെ കരണത്തൊരടി കൊടുക്കുന്നുണ്ട്. അവനാവട്ടെ വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. പണത്തിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളും പറയുന്നുണ്ട്, പണത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ നീ പറഞ്ഞ ഈ ഒരു പ്രവൃത്തി മാത്രം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഇത്രയും വർഷം നീ ഒരു വെയിട്രസ് ആയിട്ട് ജോലി നോക്കിയല്ലേ, എന്നിട്ട് പോലും നിനക്ക് നാക്കിനൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്, കഷ്ടപ്പെട്ട് തന്നെയാണ് താനും ജീവിക്കുന്നത്, അത് നിങ്ങളെപ്പോലെ ഒരാൾക്ക് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഹീറോ അവളുടെ താടിയിൽ നിന്ന് കൈയെടുക്കുന്നുണ്ട്. ഈ സമയത്താണ് അവളുടെ കൈവിരലിലെ മുറിവിൽ നിന്ന് രക്തം വരുന്നതായി അവൻ ശ്രദ്ധിക്കുന്നത്. ഉടനടി തന്നെ അവൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു ബാൻഡേജ് അവളുടെ മുറിവിൽ വെച്ച് കൊടുത്തതിന് ശേഷം അവൻ്റെ ബിസിനസ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് കോട്ടിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പേ ചെയ്യാം, 3 ദിവസത്തിനകം അവൾ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ബോഡി കൊണ്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഹീറോയിനാവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പരിഭ്രാന്തിയാവുന്നുണ്ട്. ആ കാർഡ് നോക്കിയതിന് ശേഷം അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവൻ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു, ഇങ്ങനെ ഒരു മോശകരമായ മീറ്റിംഗ് ആയിരിക്കും നമ്മൾ തമ്മിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഒരിക്കലും താൻ കരുതിയില്ല എന്ന് അവൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ കാറിലേക്ക് വന്നിരിക്കുമ്പോൾ ഷിയ ചോദിക്കുന്നുണ്ട്, വീണ്ടും അവളുമായി ഒന്നിക്കാൻ പോവുകയാണോന്ന്. ഹീറോ പറയുന്നുണ്ട്, നമ്മൾക്കിടയിൽ ചെറിയൊരു ഡീലിംഗ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അതിപ്പോൾ കഴിഞ്ഞു, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്നതൊന്നും എനിക്കിഷ്ടമല്ല, വേഗം തന്നെ ഇവിടുന്ന് പൊക്കോ എന്ന് പറയുമ്പോൾ ഷിയ ആവട്ടെ ദേഷ്യത്തോടെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സമയത്ത് തന്നെ അവൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലൂടെ ഹീറോയിൻ സൈക്കിളിൽ പോകുന്നുണ്ട്. അവളെ ആദ്യമായി കണ്ട കാഴ്ചയാണ് ഇപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അവൻ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്, തീർച്ചയായും ഇപ്പോൾ അവളെ വിട്ടുകളയില്ല എന്നും അവനോടൊപ്പം തന്നെ നിർത്തുമെന്നും. പിറ്റേന്ന് രാവിലെ ഹീറോയിനാവട്ടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. രാത്രിയിൽ അവള് ബാറിലേക്ക് ജീവനക്കാരിയായി പോവുകയും രാവിലെ ഇതുപോലെ ഓഫീസ് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ അവൾ വർക്ക് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്. അവൾ അവിടെ നിന്ന് ഫയൽസുമായിട്ടൊക്കെ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആ ഷിയ അവളുടെ ദേഹത്തേക്ക് വന്നിടിക്കുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഷിയ അവളോട് ചോദിക്കുമ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യാമെന്ന് അവൾ മറുപടിയും പറയുന്നുണ്ട്. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ലല്ലോ എന്ന് ഷിയ പറയുന്നുണ്ട്. ശരി, നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഞാനിവിടെ എൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്, അദ്ദേഹം ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയെ കണ്ട ഹീറോയിൻ വല്ലാതെ ആവുന്നുണ്ട്. ഈ സമയത്ത് ഷിയ പറയുന്നുണ്ട്, നിങ്ങൾ തക്കതായ സമയത്ത് തന്നെയാണ് വന്നത്, ഇന്നലെ നമ്മൾ ഇവിടെ കണ്ടേയല്ലേ ആ ബാറിൽ വെയിട്രസ് ആയിട്ട്, ഇപ്പോൾ ഇവള് പറയുന്നു ഈ വിളി സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്ന്. എനിക്ക് തോന്നുന്നത് യുമിങ് കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ID കാർഡ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോഴേക്കും കമ്പനിയുടെ ഹെഡ് വന്നിട്ട് ഈ പെൺകുട്ടി ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അവള് ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർ ആണെന്ന് പറയുന്നത്. ഹീറോ അവളെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷിയ പുതിയ പ്രശ്നവുമായി വിരലുണ്ടെങ്കിലും മുകളിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് ഹീറോ. അതിനുശേഷം നമ്മൾ ഒരുമിച്ചാണ് ഇനി പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാനുള്ള ഏരിയയൊക്കെ റെഡിയാക്കിയിടാൻ അവളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ അകത്തേക്ക് പോയി പ്രോജക്റ്റ് പ്രസന്റേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഹീറോ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവള് വല്ലാതെ നെർവസ് ആവുന്നു. വളരെയധികം ക്ലോസ് ആയി വന്നേ അവനാവട്ടെ, നീ ഒരുപാട് ജോലികൾ നോക്കുന്നുണ്ടല്ലോ, അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവള് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് പണം വേണം, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, അതൊക്കെ വീട്ടണമെന്ന്. ഈ കടങ്ങളൊക്കെ നിന്റെ ശരീരം വെച്ച് വീട്ടാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുകയും തന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതൊന്നും സാധിക്കില്ല, എനിക്ക് ഓൾറെഡി ഒരു ഫിയാൻസി ഉണ്ട്, ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, മാരേജ് ഉടനടി തന്നെ കാണും, അതുമാത്രമല്ല ഇങ്ങനെ എന്നോട് അടുത്തിടപഴകുന്നത് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും എന്നൊക്കെ ഹീറോയും പറയുന്നുണ്ട്. പക്ഷെ ഹീറോ ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ, ഫിയാൻസിയോ, നീ വീണ്ടും പുതിയ കഥകളൊക്കെ മെനഞ്ഞു കൂട്ടുകയാണോ? കല്യാണം ആവാൻ പോവുകയാണെന്നല്ലേ പറഞ്ഞത്, ഞാനിട്ട ബ്രേസ്ലെറ്റ് ഇപ്പോഴും നിന്റെ കയ്യിലുണ്ടല്ലോ, അതിനർത്ഥം എന്താണെന്ന് ഹീറോ അവളെടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോയിന് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഹീറോയിൻ്റെ ബർത്ത്ഡേ ദിവസം ഹീറോ അവിടെ വളരെയധികം ലേറ്റ് ആയിട്ടാണ് അവിടേക്ക് വന്നത്. അവൻ അകത്തേക്ക് പോലും കയറിയില്ല. ഹീറോയിൻ വളരെ ദേഷ്യത്തോടെ തന്നെ പുറത്തിറങ്ങി വന്ന് അവനെ മീറ്റ് ചെയ്യുന്നു. സോറി, എന്നെ കൊണ്ട് അകത്തേക്ക് വരാൻ സാധിക്കില്ല, നിനക്കായിട്ട് ഞാനൊരു ഗിഫ്റ്റ് ഒരുപാട് തെരഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നിനക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഹാഫ് മൂണിന്റെ വളരെയധികം മനോഹരമായ ഒരു ബ്രേസ്ലെറ്റ് അവൾക്ക് സമ്മാനമായി നൽകുന്നുണ്ട്. ആ ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിൽ കെട്ടുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അത് തൻ്റെ കയ്യിൽ നിന്ന് അവൾ ഊരി മാറ്റുകയില്ല എന്ന്. ഇത് നിന്റെ കയ്യിലുള്ളിടത്തോളം കാലം ഈ ലോകം മുഴുവൻ നിന്റെ കയ്യിലുള്ളതുപോലെ നിനക്ക് തോന്നുമെന്നും ഹീറോ പറയുമ്പോൾ, എൻ്റെ മോണ് നീയാണെന്ന് പറഞ്ഞ് അവൾ വളരെ ഹാപ്പിയായി തന്നെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ രംഗങ്ങളൊക്കെയാണ് ഇപ്പോൾ അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഈ ബ്രേസ്ലെറ്റ് ഞാൻ എൻ്റെ കയ്യിൽ ധരിച്ചിരിക്കുന്നത് നിന്നെ ഓർത്തിട്ടില്ല, പകരം എൻ്റെ ഫസ്റ്റ് ലവ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഹീറോയും പെട്ടെന്ന് തന്നെ കൈ വലിച്ചു മാറ്റുന്നുണ്ട്. പ്രസിഡന്റ് യാങ്, പ്രോജക്റ്റിന്റെ കാര്യം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് ഹീറോയിൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ, ഇനി എൻ്റെ അടുത്തുനിന്ന് നിനക്കൊരു മോചനമില്ല എന്ന് ഹീറോയും അവിടെ നിന്ന് പറയുന്നുണ്ട്. ഹീറോയിന്റെ കൊളീഗും ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്, പ്രസിഡന്റ് യാങ്ങിനെ നിനക്ക് നേരത്തെ തന്നെ അറിയാമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല എന്ന് ഹീറോയിൻ പറയുമ്പോൾ, അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ലല്ലോ, രണ്ടുപേരും ഒരേ കോളേജിൽ തന്നെയല്ലേ പഠിച്ചതെന്നൊക്കെ ആ സ്ത്രീയും അവളോട് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ പരിചയമൊന്നുമില്ലെന്നല്ലേ അവളോട് ഹീറോയിൻ പറഞ്ഞിരിക്കുന്നത്. അവൾ വല്ലാതെ നെർവസ് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് എന്നോടൊപ്പം അറ്റൻഡ് ചെയ്യണമെന്ന് ഹീറോ ആവശ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കൊളീഗ് അവളോട് പറയുന്നുണ്ട്, കൊള്ളാം കൊള്ളാം, ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അയാളുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ ഒപ്പിച്ചെടുത്തല്ലോ എന്ന്. എന്നിരുന്നാലും അധികം സ്റ്റാഫുകൾ ഗോസിപ്പുകൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ ഉടനടി തന്നെ അവനോടൊപ്പം പോകുന്നുണ്ട്. ഹീറോയിന്റെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കഫേ ഉണ്ടായിരുന്നു അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അവിടേക്കാണ് ഹീറോ ഇപ്പൊ അവളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമയത്ത് ഹീറോയിൻ ആലോചിക്കുന്നുണ്ട്, അവനൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഹീറോയിനാണ് അവനെ ഇതുപോലെ അവിടെ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ആ റെസ്റ്റോറൻറ്റിലെ ഫുഡുകളൊക്കെ വളരെ കോസ്റ്റ്ലി ആയിരിക്കുമെന്ന് പറഞ്ഞ് അവൻ മടിച്ച് അവളുടെ പിന്നിൽ നിന്നതേ ഉള്ളൂ. എന്നാൽ നിനക്ക് ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചു തരണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച ഹീറോയിൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അന്ന് അവളുടെ കയ്യിൽ ഈ കഫേയിൽ ചെലവാക്കാൻ പണമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവളുടെ കയ്യിൽ പണമൊന്നും ഉണ്ടായില്ല. എന്തായാലും പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള മീറ്റിംഗ് അല്ലേ, അറ്റൻഡ് ചെയ്യാതെ പറ്റില്ലല്ലോ എന്ന് തന്നെ ഹീറോയോടൊപ്പം അവളും അകത്തേക്ക് പോകുന്നു. എന്നാൽ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവൾക്ക് കഴിക്കാനായി എന്താണ് വേണ്ടതെന്ന്. സോറി സാർ, മീറ്റിങ്ങിനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ എന്നെ മീറ്റ് ചെയ്യാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പ്രോജക്റ്റ് മാനേജറായി ഞാൻ നിന്നോട് സംസാരിക്കുന്നതിൽ ഇപ്പോൾ എന്താ ഇത്ര തെറ്റുള്ളത്, നമ്മുടെ പ്രോജക്റ്റിന്റെ ഭാഗം തന്നെയല്ലേ ഈ മീറ്റിംഗ് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. വേറെ വഴിയില്ലാതെ ഹീറോയിൻ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അവൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഫുഡുകളാണ് അവൾ ഓർഡർ ചെയ്യുന്നത്. അതൊക്കെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുമുണ്ട്. നിന്റെ പഴയ ടേസ്റ്റൊക്കെ ഒരുപാട് മാറിപ്പോയല്ലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ, എന്തുകൊണ്ട് മാറിക്കൂടാ, എനിക്ക് എൻ്റെ പഴയ ഇഷ്ടങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല എന്ന് അവൾ പറയുന്നുണ്ട്. അവൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ഹീറോ ശാന്തമായി ഇരുന്നു എന്നെ ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയിനെ അവളുടെ അച്ഛൻ കോൾ ചെയ്യുന്നുണ്ട്. അവളെ പെട്ടെന്നൊന്ന് മീറ്റ് ചെയ്യണമെന്നായിരുന്നു അവളുടെ അച്ഛൻ്റെ ആവശ്യമെങ്കിലും ഹീറോ ആവട്ടെ, എൻ്റെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്, ഒരു മിനിറ്റ് പോലും എനിക്ക് വേസ്റ്റ് ചെയ്യാനില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിൻ ആവട്ടെ ഉടനടി ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഈ സമയത്താണ് ഹീറോയിൻ്റെ അടുത്തേക്ക് ഹുവാച്ചിൻ വരുന്നത്. ഈ ഹുവാച്ചിനെയാണ് ഹീറോയിൻ്റെ അച്ഛൻ അവളെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചതും ഇപ്പോൾ അവളുടെ ഫിയാൻസി ആയിട്ടുള്ള ആളും. അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന്. ഞാനൊരു മീറ്റിങ്ങിന് വന്നതാണെന്ന് അവൾ പറയുമ്പോൾ, ആ യാങ്ങിൻ്റെ കൂടെ ആയിരുന്നു മീറ്റിംഗ് എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. നമ്മൾ തമ്മിലുള്ള ഡീലിങ്ങിനെ കുറിച്ച് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ആ കടങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞാൽ തീർച്ചയായും എന്നെ വെറുതെ വിട്ടേ മതിയാവൂ.
ഞാൻ നിങ്ങളെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നുണ്ട്, എന്തായാലും 5 വർഷമായി ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും ആ കടങ്ങൾ വീട്ടാൻ സാധിക്കില്ല, എത്ര വേണമെങ്കിലും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, നീ എന്നെ തന്നെ മാനേജ് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കയറി അവൻ പിടിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് വിടാനായി അവൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൻ ബലമായി തന്നെ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഈ സമയത്താണ് ഹീറോ അവിടേക്ക് വരുന്നത്. അവനെ കണ്ടത് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. പ്രസിഡന്റ് യാങ്, നിങ്ങൾ എപ്പോഴാണ് തിരിച്ചെത്തിയെന്നൊക്കെ അവൻ ലോഹിത്തോടെ ഉള്ളിലെ വിദ്വേഷം മറച്ചു വെച്ചുകൊണ്ട് അവനോട് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതാണോ നിന്റെ ഫിയാൻസി എന്ന്. ഹീറോയിൻ തലയാട്ടുന്നുണ്ട്. ഈ സമയത്ത് അവനെ ആവട്ടെ ഹീറോയുടെ നേർക്ക് ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടുന്നുണ്ടെങ്കിലും ഹീറോ അത് ഗവനിച്ചില്ല. ഇത് തന്റെ ഫാമിലി മാറ്റേഴ്സ് ആണെന്നും ഇതിൽ നിന്ന് കുറച്ച് അകലം പാലിക്കണമെന്ന് ഹീറോ എടുത്തവൻ പറഞ്ഞതിന് ശേഷം ഹീറോയിനെ അവിടെ നിന്ന് വീണ്ടും പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അവനെ തടഞ്ഞുകൊണ്ട്, യുമിങ് ഇതുവരെ മാരീഡ് ആയിട്ടില്ലല്ലോ, അതുമാത്രമല്ല അവൾ എൻ്റെ എംപ്ലോയി ആണ്, വർക്ക് സംബന്ധമായി ഇന്ന് ഓവർ ടൈം വർക്കുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവളുടെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ അവളെ അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ സമയത്ത് ഹുവാചിൻ മനസ്സിലോർക്കുന്നുണ്ട്, തീർച്ചയായും ഇനിയും അവളെ നിന്റെ അടുത്തേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്നും, അവൾ തന്നെ ധിക്കരിച്ച് പോയതിന്റെ ബലം അവളുടെ അച്ഛനെ കൊണ്ട് തീർച്ചയായും പറയിപ്പിക്കുമെന്ന് തന്നെ അവൻ മനസ്സിലുറപ്പിക്കുന്നു. അങ്ങനെ ഹീറോയിനും കൂടി ഓഫീസിലെത്തുമ്പോൾ ശരിക്കും ഇന്ന് ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവൾ സംശയത്തോടെ അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഓവർ ടൈം ഒക്കെ ചെയ്താലേ ആ പ്രോജക്റ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓവർ ടൈം വർക്കൊക്കെ ചെയ്ത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായി അവൻ അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് അവൾ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ഓവറായി ഹാർഡ് വർക്ക് ചെയ്യൊന്നും വേണ്ട, ഞാനും കൂടി നിന്നോടൊപ്പം ചേരാമെന്ന്. അതിനുശേഷം ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹീറോ അവളുടെ കയ്യിലേക്ക് ഒരു പാഴ്സൽ കൊടുക്കുന്നത്. എന്താണെന്ന് അവൾ തിരക്കുന്നുണ്ട്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിൽക്ക് ഷേക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവളാവട്ടെ താങ്ക്സ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ അത് വാങ്ങിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഒരു കോഫി എടുത്ത് കുടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഒന്നാമത് നൈറ്റ് ഇങ്ങനെ കോഫി കുടിക്കുന്നത് തീരെ ശരിയല്ല, അവന് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ തടയുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. സ്കൂൾ ടൈമിൽ അവൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഹീറോയിനാവട്ടെ അവൻ ടയേർഡായിരിക്കുന്ന സമയത്ത് അവൻ്റെ തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാതെ ഓവറായി വർക്ക് ചെയ്യരുത്, ഇത് നിന്റെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് ഫുഡൊക്കെ അവൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓർത്ത് ഹീറോ വല്ലതെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവൻ ആരുമില്ലല്ലോ, ഹീറോയിൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവനാവട്ടെ അവളുടെ അടുത്ത്, നീ ഇപ്പോഴും എന്നെ പറ്റി ഓർത്ത് വല്ലാതെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്ന് പറഞ്ഞ് ഹീറോയിൻ ഒന്ന് പതറുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും നീ സത്യം പറ, നിന്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമില്ല, അതുകൊണ്ടല്ലേ നീ എന്നെ കുറിച്ച് ഇപ്പോഴും കെയർ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എൻ്റെ വർക്ക് കഴിഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണെന്ന് ഹീറോയിൻ പറയുന്ന സമയത്ത് തന്നെ അവളുടെ അച്ഛൻ അവളെ വീണ്ടും വിളിക്കുന്നുണ്ട്. തനിക്ക് തീരെ സുഖമില്ലെന്നാണ് അയാൾ ഇപ്രാവശ്യം പറഞ്ഞിരുന്നത്. പരിഭ്രാന്തയായ ഹീറോയിൻ പെട്ടെന്ന് തന്നെ അയാളെ കാണാനായി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിനെ ഫോളോ ചെയ്ത് അവൾ എവിടേക്കാണ് പോകുന്നതെന്ന് കണ്ടെത്താനായി അയാൾ അസിസ്റ്റന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല അവളുടെ ഫിയാൻസിയുടെ ഫുൾ ഡീറ്റെയിൽസും ഹീറോ എടുക്കുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഹീറോയിന്റെ ഫാമിലി ബാങ്ക്രപ്റ്റ് ആയ സമയത്ത് 35 മില്യൺ കടമായി കൊടുത്തത് ഈ ഹുവാച്ചിന്റെ ഫാമിലിയാണ്. ആ കടങ്ങൾ വീട്ടാനാണ് അവളിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല ഹുവാച്ചിൻ അവളുടെ യഥാർത്ഥ ഫിയാൻസി ഒന്നും അല്ല എന്നും അവന് മനസ്സിലാവുന്നു. അസിസ്റ്റന്റും പറയുന്നുണ്ട്, ഹുവാച്ചിനെ വിവാഹം കഴിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഹീറോയിൻ ഇങ്ങനെ വർക്ക് ചെയ്ത കടങ്ങളൊക്കെ വീട്ടാൻ ശ്രമിക്കുന്നതെന്ന്. ഹീറോയിൻ വീട്ടിലെത്തിയപ്പോൾ അവളുടെ അച്ഛന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു, കൂടെ ഹുവാച്ചിനും ഉണ്ടായിരുന്നു. അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ എന്നെ വിളിച്ചതെന്ന് അവള് സംശയത്തോടെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഹുവാച്ചിനെ നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വിളിച്ചതെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇനി വെയിറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല, നീ ഹുവ ഫാമിലിയിലെ മരുമകളായി മാറിയേ മതിയാവൂ, എന്നെ വിവാഹം കഴിക്കണമെന്നൊക്കെ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, നിങ്ങളുടെ കട മുഴുവൻ ഞാൻ തീർത്തോളാമെന്ന് പറഞ്ഞാണല്ലോ, അതിനുശേഷം തീർച്ചയായും എന്നെ വെറുതെ വിട്ടേ മതിയാവൂ എന്നവൾ പറയുമ്പോൾ, ഇത്രയും നാളും പാർട്ട് ടൈം ജോബ് ചെയ്തും അതുപോലെ തന്നെ ഇങ്ങനെ കമ്പനി വർക്കും ഒക്കെ ചെയ്തിട്ടും നിനക്കെന്റെ കടങ്ങൾ വീട്ടാൻ സാധിച്ചില്ലല്ലോ, ഇനി എന്തായാലും അതിന് സാധിക്കില്ല, നീ എന്നെ വിവാഹം കഴിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഹീറോയിന്റെ അച്ഛൻ അവിടെ യു ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ നീ കളങ്കപ്പെടുത്തരുത്, നിങ്ങളുടെ എൻഗേജ്മെന്റ് നേരത്തെ തന്നെ ഫിക്സ് ചെയ്തതാണ്, എന്തായാലും നിങ്ങളുടെ മാരേജ് നടന്നേ മതിയാവൂ എന്ന് തന്നെ പറയുന്നു. ഇനി നിന്റെ കാര്യങ്ങളെല്ലാം ഹുവാച്ചൻ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അവളുടെ അച്ഛനകത്തേക്ക് കയറി പോകുന്നുണ്ട്. യാങ് കാരണമല്ലേ നമ്മൾ തമ്മിലുള്ള എൻഗേജ്മെന്റ് പോലും ക്യാൻസൽ ചെയ്യാന്നുള്ള രീതിയിൽ നീ എത്തി നിൽക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവന്റെ ഗേൾ ഫ്രണ്ടാണ് ഷിയെ എന്നും അവളോട് അവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളാവട്ടെ അതെല്ലാം അവരുടെ കാര്യമാണ്, എനിക്കതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അവനാവട്ടെ അവളെ പിടിച്ചടുപ്പിച്ചതിന് ശേഷം അവളെ ഹഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ ഫിയാൻസിയല്ലേ, ഞാൻ നിന്നെ ഹഗ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നവൻ പറയുന്നുണ്ട്. പക്ഷേ ദേഷ്യം വന്ന ഹീറോയിനാവട്ടെ
അവന്റെ കരണത്തടിക്കുന്നുണ്ട്. ഹുവാചിന്നും തിരിച്ച് അവളെ അടിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ. കൃത്യമായ സമയത്ത് ഹീറോ അവിടേക്ക് വന്ന് അവനെ തടയുന്നു. എന്ത് ധൈര്യമുണ്ടായിട്ടാണ് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഹീറോ ഒരു പഞ്ച് അവന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ അവൻ താഴേക്ക് വീഴുന്നു. അതിനുശേഷം ഹീറോയിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹുവാചിൻ ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അത്ര എളുപ്പമൊന്നും നിന്നെ ഞാൻ വിജയിക്കാൻ വിടില്ലെന്നും അവളെ എനിക്ക് മാത്രം സ്വന്തമാണെന്നും എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് അവൻ്റെ അടുത്ത് അവൾ പറയുന്നുണ്ട്. ഇനിയെങ്കിലും സത്യം പറ, നീ ഈ ലൈഫിൽ ഹാപ്പി ആണോ എന്ന് തന്നെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടാതെ സൈലന്റ് ആയിരിക്കുന്നു. അവനവിടെ അവളെ കിസ് ചെയ്ത ശേഷം തന്നോടൊപ്പം വരാനായി ആവശ്യപ്പെടുന്നുണ്ട്. പഴയതൊക്കെ മറന്ന് ഒരുമിച്ച് ജീവിക്കാമെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സാധിക്കില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കണമെന്നില്ലല്ലോ എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. അവൻ തന്നെ ഇത്രത്തോളം ഹർട്ട് ചെയ്തിട്ട് വീണ്ടും അവൻ്റെ അടുത്തേക്ക് തന്നെ പോകണമെന്നാണോ നീ പറയുന്നത്? അതിനെ പറ്റിയൊന്നും നീ അറിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ കടങ്ങൾ വീട്ടിൽ മതിയാവൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്നുണ്ട്. ആവശ്യമുള്ള പണം അത്രയും ഞാൻ തന്നേക്കാം, അതിന് വേണ്ടിയിട്ട് ബാറിലെ ജോലിക്ക് വേണ്ടി പോകണ്ട എന്ന് അവൻ പറയുന്നു. അതെ, എനിക്ക് പണത്തിന് നല്ല ആവശ്യമുണ്ട്. അത് നന്നായി ജോലി ചെയ്ത് തന്നെ ആ കടം വീട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അവൾ പറയുമ്പോൾ, അത്ര ഈസി ആയിട്ടൊന്നും എന്നെ വിട്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ ഇന്ന് എന്നോടൊപ്പം തന്നെ നിൽക്കണം. കടങ്ങളൊക്കെ വീട്ടിക്കൊള്ളാമെന്നും അവൾക്ക് ആവശ്യമായുള്ള പണം കൊടുത്തോളാമെന്നും പറഞ്ഞ് ഹീറോ അവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട് മൊത്തം ഒന്ന് ചുറ്റി നോക്കിയതിന് ശേഷം, നിന്റെ ഗേൾഫ്രണ്ട് ഞാനിവിടെ വന്നതുമല്ലോ അറിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കെന്താ തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇവിടെ ഏതെങ്കിലും പെൺകുട്ടികൾ വന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവളെ എടുത്തുകൊണ്ടുപോയി ബെഡിലേക്ക് ഇരുത്തുന്നുണ്ട്. ബെഡിലിരിക്കുന്ന ഡ്രസ്സുകളും ടവലും ഒക്കെ കണ്ടപ്പോൾ അവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പിന്നെ ആരുടെയാണെന്ന്. അതൊക്കെ അവൾക്ക് വേണ്ടി നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതാണെന്ന് ഹീറോ മറുപടിയും പറയുന്നു. അപ്പോൾ ഷിയയ്ക്ക് വേണ്ടിയല്ലേ എന്ന് അവൾ തിരക്കുന്നുണ്ട്. എനിക്കും ഷിയയ്ക്കും ഇടയിൽ യാതൊരു ബന്ധവുമില്ല. എന്താ നിനക്ക് ഷിയയെ കുറിച്ച് ഓർത്തപ്പോൾ ജലസ് ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളും പറയുന്നുണ്ട്, ഇല്ല എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഞങ്ങൾ തമ്മിൽ ഉള്ളത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. പക്ഷേ അവൾക്കൊരു പ്രോജക്റ്റിന്റെ കോൺട്രാക്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ ഫേക്ക് ബോയ് ഫ്രണ്ടായി നിന്നത്. അല്ലാതെ എനിക്ക് നീ മാത്രം മതി എന്ന് പറഞ്ഞ് ഹീറോ അവളുടെ അടുത്ത് വളരെ ക്ലോസ് ആയി പോവുകയും അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ തള്ളി മാറ്റിയതിനു ശേഷം ഓടി റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. റെസ്റ്റ് റൂമിലാവട്ടെ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഫേസ് ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഹീറോയിൻ ആവട്ടെ സംശയത്തോടെ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞത്, പിന്നെ ഈ ക്രീം എങ്ങനെയാണ് ഇവിടെ വന്നേന്ന്? അതിന് കാരണം നീ തന്നെയാണെന്ന് അവനും പറയുന്നുണ്ട്. ഹീറോ അവിടെ കോളേജ് ടൈം കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ ഡെലിവറി ചെയ്യാൻ പോവുകയായിരുന്നു. അങ്ങനെ ഹീറോയിനും ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അവന്റെ ലിപ്സും അതുപോലെ തന്നെ ഫേസ് ഒക്കെ വളരെയധികം ഡ്രൈ ആയിരിക്കും. എന്തെങ്കിലും പ്രശ്നമാവോ എന്ന് പറഞ്ഞ് അവൾ തന്നെയാണ് ആ ക്രീം അവനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത് ഗേൾസിന്റെ ക്രീം അല്ലേ എന്ന്. അതൊന്നും ഒരു കുഴപ്പവും വരില്ല, നീയാണ് എനിക്ക് മുഖ്യമെന്ന് പറഞ്ഞ് അവൾ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നോ എന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. നിന്റെ ഓർമ്മയ്ക്കായി ആകെ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഈ ക്രീം മാത്രമാണ്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നതൊക്കെ ഹീറോ പറയുമ്പോൾ അവൾ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഹീറോ അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം ബാറിലിരിക്കുകയായിരുന്നെങ്കിലും അവൻ വളരെ ഡള്ളായിരിക്കുന്നത് കണ്ടിട്ട് ഫ്രണ്ട്സ് അവനോട് ചോദിക്കുന്നുണ്ട് അവൻ എന്ത് പറ്റിയെന്ന്. എനിക്കിവിടെ ഇരിക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ ഹുവാജിനും ഉണ്ടായിരുന്നു. ഹീറോയിൻ വർക്ക് ചെയ്യുന്ന ബാറായിരുന്നു അത്. ഹീറോയിനെ കാണാൻ സാധിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഹീറോ ഫ്രണ്ട്സുമായി അവിടെ പോയത്. എന്നാൽ അവളെ കാണാത്തത് കൊണ്ടാണ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഹുവാജിൻ ഈ സമയത്ത് ഹീറോയിനെ ബുള്ളി ചെയ്യുകയായിരുന്നു. ഹീറോ ഇത് കണ്ടുകൊണ്ട് തന്നെ അവളെ സേവ് ചെയ്യാൻ അവിടേക്ക് വരുന്നുണ്ട്. നിനക്ക് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നെങ്കിൽ കൊണ്ടുപോകാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ഗെയിം പ്ലേ ചെയ്തതിനു ശേഷം അവൾ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അവൾക്ക് പകരം ഞാൻ ഈ ഗെയിം പ്ലേ ചെയ്തോളാം എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സാധിക്കില്ല, അവൾ തന്നെ ഈ ഗെയിം കളിച്ചേ മതിയാവൂ എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവരിരുവരും ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹുവാജിന്റെ ടേൺ ആയിരുന്നു ഫസ്റ്റ്. ഹീറോ ആവട്ടെ അവളുടെ കവിളിലേക്ക് കൈവച്ചതിനു ശേഷം, പേടിക്കൊന്നും വേണ്ട, ഗെയിം മുഴുവൻ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് ഹുവാജിന് വളരെയധികം ദേഷ്യം വരികയും ആദ്യത്തെ ബോൾ അവൻ മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ കയ്യിൽ പിടിച്ച് സ്റ്റെപ്പായി ഗെയിം എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ ബോളും അവൾ കറക്റ്റായിട്ട് തന്നെ യഥാത് സ്ഥാനത്ത് എത്തിക്കുന്നുണ്ട്. ഇനി അവസാനം ഒരു ബോൾ മാത്രമല്ലേ ഉള്ളൂ, അത് നീ ഒറ്റയ്ക്ക് തന്നെ ഒന്ന് കളിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഹീറോ മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ ബോള് ഇതാ സ്ഥാനത്ത് എത്തിക്കുകയും അവൾ ആ ഗെയിമിൽ വിജയിക്കുകയും ചെയ്യുന്നു. ഹുവാജിൻ ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. തന്നെ രക്ഷന് ഒരുപാട് നന്ദിയുണ്ടെന്ന് തന്നെ ഹീറോയിൻ അവനോട് പറയുമ്പോൾ, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാമെന്ന് ഹീറോ പറയുന്ന സമയത്ത് തന്നെ അവൾക്കൊരു കോള് വരുന്നുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ട് ആയിരുന്നു അത്. അവളെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നായിരുന്നു ഫ്രണ്ട് പറഞ്ഞിരുന്നത്. പിറ്റേ ദിവസം ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനെ കാണാനായി പോകുന്നുണ്ട്. ഫ്രണ്ട് ആവട്ടെ വളരെയധികം സ്നേഹത്തോടെ തന്നെ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. റീയൂണിയനിൽ വെച്ച് പോലും നിന്നെ നേരെ ചൊവ്വയൊന്നും കാണാൻ സാധിച്ചില്ല, നിന്റെ നമ്പർ എത്ര കഷ്ടപ്പെട്ടിട്ടാ കണ്ടുപിടിച്ചെന്നൊക്കെ അവളുടെ ഫ്രണ്ട് പരിഭവത്തോടെ പറയുന്നുണ്ട്.
നിനക്കറിയാമല്ലോ, ഞാൻ എൻ്റെ കോളേജ് ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളാണ് എൻ്റെ ഫാമിലിയിൽ ഉണ്ടായത്. പിന്നീട് ഞാൻ ഒരു ഫ്രണ്ട്സിനെയും കോൺടാക്ട് ചെയ്തിട്ടില്ല എന്ന് അവൾ പറയുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നിന്നെ കാണാതെ നിന്നോട് സംസാരിക്കാതെ ഞാൻ എത്രത്തോളം വിഷമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അതിനെ പറ്റിയൊന്നും പറയണ്ട എന്ന് ഹീറോയിൻ പറയുമ്പോൾ തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ എത്രയോ പ്രാവശ്യം നിന്നെ അന്വേഷിച്ച് കോളേജിലേക്ക് വന്നിരുന്നുവെന്ന്. ഈ സമയത്ത് ഹീറോയിൻ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവനെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള റിങ്ങും ഒക്കെ ആയിട്ടാണ് അവനെ കാണാൻ വന്നിരുന്നത്. ഈ സമയത്ത് അവനാവട്ടെ അവന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഹീറോയിനെ ഒന്നും അവന് ഇഷ്ടമല്ല എന്നും അവളെ വിവാഹം കഴിക്കില്ല എന്നും പറയുന്നത് അവൾ കേൾക്കുന്നുണ്ട്. ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് പിന്നീട് അവളുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അവള് അവനെ ബ്രേക്കപ്പ് ചെയ്യാനായി ഡിസിഷൻ എടുത്തത്. ഈ കാര്യങ്ങളെല്ലാം അവൾ ഫ്രണ്ടിന്റെ അടുത്ത് പറയുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഇനി മറന്നേക്ക്, എന്തായാലും നീ തെറ്റായ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയെന്നും ഇപ്പോൾ എന്റെ വെഡിങ് ആണെന്നും പറഞ്ഞ് ഇൻവിറ്റേഷൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. തീർച്ചയായും അതിന് വരണമെന്നും അവളുടെ അടുത്ത് പറയുന്നു. അവളുടെ മാരേജ് എന്ന് കേട്ടപ്പോൾ ഹീറോയിൻ വളരെയധികം സന്തോഷവതിയാവുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ടിന്റെ മാരേജിന് അവൾ പോകുന്നുണ്ട്. വെഡിങ് വളരെ ഗ്രാൻഡായി തന്നെയാണ് നടന്നത്. വെഡിങ് സെറിമണി അവസാനിച്ചതിന് ശേഷം ബൊക്കെ എറിയ ഒരു ചടങ്ങുണ്ടല്ലോ, ആരുടെ വിവാഹമാണ് അടുത്ത് നടക്കാൻ പോകുന്നതെന്ന് എല്ലാവരും ആകാംക്ഷഭരിതരായി നോക്കിക്കൊണ്ട് നിൽക്കെ ആ ബൊക്കെ ഹീറോ ആയിരുന്നു ചാടിക്കേറി പിടിച്ചത്. അവനത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്നുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു എല്ലാവരും. ഹീറോ ആവട്ടെ പതിയെ നടന്നു ചെന്ന് അത് ഹീറോയിന്റെ കയ്യിലേക്ക് കൊടുക്കാനൊരുങ്ങുന്നുണ്ടെങ്കിലും അത് അവൾ വാങ്ങാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അത് അവളുടെ ഗേൾ ഫ്രണ്ടിന് തന്നെ കൊടുക്കൂ എന്ന് അവൻ പറയുന്നുണ്ട്. ഈ ഫ്ലവർ നീ വാങ്ങണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവട്ടെ ആ ബൊക്കെ വാങ്ങുന്നു പറഞ്ഞ് അവളെ വളരെയധികം എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ അവളുടെ കൈ പിടിച്ച് അവളുടെ കൈകളിലേക്ക് ആ ബൊക്കെ കൊടുത്തതിന് ശേഷം ഫ്യൂച്ചറിൽ അവളോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹമെന്നും അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഉടനടി തന്നെ മാരേജ് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് വളരെയധികം സന്തോഷത്തോടെയും ആവേശത്തോടെയും അവരെ മാരേജ് ചെയ്യാനായി എൻകറേജ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് യുമിങ് ആവട്ടെ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ബൊക്കയുമായി. ഈ സമയത്താണ് ഷിയ അവിടേക്ക് വന്നിട്ട്, നീ ആരെ കുറിച്ചാണ് ആലോചിക്കുന്നത്, യാങ്ങിനെ കുറിച്ചാണോ? ഞങ്ങൾ ഓൾറെഡി കപ്പിൾസ് ആണ്, അതുമാത്രമല്ല ഞങ്ങളുടെ സിറ്റിയിലൊക്കെ ഞങ്ങൾ വളരെ ചേർച്ചയുള്ള കപ്പിൾസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അവൻ എനിക്ക് മാത്രം സ്വന്തമാണ്, ഒരിക്കലും യാങ്ങിനെ സ്വന്തമാക്കാൻ നീ ശ്രമിക്കരുത്, ഇപ്പോൾ തന്നെ ഇവിടം വിട്ട് പോകണമെന്ന് തന്നെ ഹീറോയിന്റെ അടുത്ത് പറഞ്ഞവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആവട്ടെ വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. അതെ, നിങ്ങൾ കപ്പിൾസ് തന്നെയാണ്, ഫേക്ക് കപ്പിൾസ്, എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ല ഓണം തന്നെ അറിയാം. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിന് വന്നിട്ട് എന്നെ നീ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ ആവട്ടെ അവളുടെ കരണത്തൊരടി കൊടുക്കുന്നുണ്ട്. നീ എന്നെ അടിച്ചോ, എന്തായാലും നിനക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല, അവനെ എനിക്ക് മാത്രം സ്വന്തമാണെന്ന് ഷിയ പറയുമ്പോൾ തന്നെ ഹീറോയിൻ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. അതെ, നമുക്ക് കാണാമെന്ന് ഷിയയും പറയുമ്പോൾ, ഞാനിപ്പോൾ അവനെ ലവ് ചെയ്യുകയാണ്, ഞാൻ നേരത്തെ ഒരു തെറ്റ് ചെയ്തു, അത് ഞാൻ തിരുത്താൻ പോവുകയാണ്. അവൻ്റെ മനസ്സിൽ എന്തായാലും നീ ഇല്ലാന്ന് തന്നെ ഹീറോയിൻ പറയുമ്പോൾ അവർ രണ്ടുപേർക്കും ഇടയിലുള്ള ആർഗ്യുമെന്റ് വളരെയധികം രൂക്ഷമായി തന്നെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഹീറോ അവിടേക്ക് വരുന്നത്. ഹീറോയെ കണ്ടപ്പോൾ തന്നെ ഷിയ വല്ലാതെ ഷോക്കാവുകയും അവളോട് അവിടെ നിന്ന് പോകാനായി ഹീറോ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷിയ അവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോ ആവട്ടെ ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സോറി, ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്റർഫിയർ ആയത്. ഞാൻ അവളോട് മോശമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഇല്ല, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ്, നിന്റെ ജീവിതം നീ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലാതെ മറ്റൊരാളല്ല എന്ന് എന്റെ ഹീറോ പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനും വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. നീ ഇപ്പോൾ പഴയ പോലെയായി, വളരെ ബോൾഡായി തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹീറോ അവളെ സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഹീറോയിൻ വളരെ ഹാപ്പിയായി തന്നെയാണ് അവനോട് സംസാരിച്ചുകൊണ്ട് വന്നത്. ഇപ്പോൾ ഞാൻ പഴയ പോലെയായെന്നും പറഞ്ഞ് അവൾ വളരെയധികം സന്തോഷത്തോടെ അവനോട് സംസാരിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ വളരെ സൈലന്റും വിഷമത്തിലുമായിരുന്ന ഹീറോയിൻ ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ടും സന്തോഷത്തോടെയാണ് ഹീറോ എടുത്ത് സംസാരിക്കുന്നത്. ഇനിയെങ്കിലും നമുക്ക് പഴയ പോലെ ഒന്നായി ഇരുന്നൂടെ എന്ന് അവളടുത്ത് അവൻ ചോദിക്കുമ്പോൾ അവളാവട്ടെ അവന്റെ കവിളിൽ പിടിക്കുകയും അവിടെ പൂളിലുണ്ടായിരുന്ന വെള്ളം അവന്റെ മുഖത്തേക്ക് തെറിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവനാവട്ടെ അവളെ കിസ് ചെയ്യുകയും അങ്ങനെ അവരിരുവരും ഹാപ്പിയായി കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഹീറോയിനെ ആവട്ടെ അവളുടെ ഓഫീസിലെ മാനേജർ വിളിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകുന്നുണ്ട്. മാനേജർ അവളടുത്ത് പറയുന്നുണ്ട്, കമ്പനിയുടെ ഭൂരിഭാഗം ഇൻവെസ്റ്റ്മെന്റും യാങ് ആണ് നടത്തിയിരിക്കുന്നത്. യാങ് ആവട്ടെ അവളുടെ പ്രോജക്റ്റിന് സപ്പോർട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും, പക്ഷേ ബോർഡിന് ഒരു കണ്ടീഷൻ ഉണ്ട്, അവളായിരിക്കണം പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അവളായിരിക്കണം ടോപ്പ് പെർഫോമർ എന്ന കണ്ടീഷനായിരുന്നു വെച്ചിട്ടുള്ളത്. അവള് ഇതിൽ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 മില്യൺ അവൾക്ക് ലഭിക്കുമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹുവ ഫാമിലിയിൽ കൊടുക്കാനുള്ള കടങ്ങളൊക്കെ അവൾക്ക് വീട്ടാമെന്നും മാനേജർ പറയുന്നു. 50 മില്യൺ വളരെ അധികമാണല്ലോ എന്ന് തന്നെ അവൾ മനസ്സിലോർക്കുന്നുണ്ട്. എന്നാൽ അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ തോറ്റാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതിന്റെ എല്ലാ റിസ്ക്കും യാങ് ആയിരിക്കും ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് മാനേജർ പറയുന്നുണ്ട്. പ്രോജക്റ്റിൽ നിന്ന് പ്രോഫിറ്റ് ലഭിച്ചാൽ അതിന് അവകാശം അവളാണെന്നും അതുപോലെ റിസ്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് യാങ് ഏറ്റെടുക്കുമെന്നും മാനേജർ വ്യക്തമാക്കുന്നു.
ഇത് കേട്ട ഹീറോയിൻ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഞാനിത് നിരസിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് ഒരിക്കലും അവനോട് കടപ്പെട്ടിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ഹീറോയിൻ പറയുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, നീ തീർച്ചയായും പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതാണ് നല്ലത്. കാരണം നിന്റെ അച്ഛൻ നിന്നെ തിരക്കി നടക്കുകയാണ്. ഹുവ ഫാമിലിയിലെ കടങ്ങളൊക്കെ തീർക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹുവാച്ചിനെ നീ വിവാഹം കഴിക്കേണ്ടി വരും. നീ അങ്ങനോട് കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ കഴിവ് കൊണ്ട് നീയാണ് ഈ പ്രോജക്റ്റ് നേടിയെടുക്കേണ്ടതെന്ന് തന്നെ മാനേജർ അവളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സമയത്ത് ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, കോഡിങ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ സ്വന്തമായി തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യണമെന്നും ടോപ്പ് ആവണമെന്നുള്ള ആഗ്രഹമൊക്കെ അവൾ ഹീറോയോട് പങ്കുവച്ചിരുന്നു. നിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ തീർച്ചയായും ഞാനും നിന്നോടൊപ്പം ഉണ്ടാവുമെന്ന് തന്നെ ഹീറോ അവളടുത്ത് പറയുന്നുണ്ട്. ഒരിക്കൽ പോലും തന്നെ കൊണ്ട് ഇതുപോലെ ഒരു ബിഗ് പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അതും ഹീറോയുടെ സഹായത്തോടെ. അവൾ ഇതൊക്കെ ആലോചിച്ച് വളരെയധികം സന്തോഷപ്പെടുന്നുണ്ട്. ഉടനടി തന്നെ പ്രോജക്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഷിയയുടെ മെസ്സേജ് അവൾക്ക് വരുന്നുണ്ട്, അവളെ ഒന്ന് മീറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഹീറോയിൻ ആവട്ടെ അവളെ മീറ്റ് ചെയ്യാനായി കഫേയിലേക്ക് പോകുന്നു. എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത് എന്ന് ഹീറോയിൻ അവളുടെ അടുത്ത് തിരക്കുമ്പോൾ, ഹീറോ ഇപ്പോൾ നിന്റെ അടുത്ത് ഇങ്ങനെ സ്നേഹമുള്ളതുപോലെ പെരുമാറുന്നത് എന്തെന്ന് വെച്ചാൽ നീയും ഒരു സമയത്ത് അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നല്ലോ, അതുപോലെ ഹെൽപ്പ് ചെയ്യാനാണ്. അത് വേറൊന്നും കൊണ്ടല്ല. അവന് കടപ്പെട്ടിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. നിന്നോടുള്ള ആ കടപ്പാട് തീർക്കുകയാണ് അവൻ. അതുമാത്രമല്ല, ഒരു സമയത്ത് നീ അവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയില്ലേ, അതിനുള്ള റിവെഞ്ചും കൂടിയാണിതെന്ന് അവൾ പറയുന്നു. നീ ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താ? അതൊക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാമെന്ന് ഹീറോയിൻ പറയുമ്പോൾ, ഞാൻ നല്ലത് പറഞ്ഞാലും നിനക്കതൊന്നും കേൾക്കാൻ വയ്യല്ലോ. എൻ്റെ പഴയ ക്ലാസ്മേറ്റ് അല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതിയത്. ഇനിയല്ല നിന്റെ വിധി എന്ന് പറഞ്ഞിട്ട് തന്നെ ഷിയ അവിടെ നിന്ന് പോകുന്നു. അവൾ പോയതിനു ശേഷം ഹീറോയിൻ വല്ലാതെ ഫീൽ ചെയ്തിരിക്കുന്നുണ്ട്. വല്ലാതെ വിഷമമാവുന്നുണ്ട് അവൾക്ക്. അവനാവട്ടെ അവളോട് സ്നേഹം കാണിച്ചത് താൻ ചെയ്ത സഹായങ്ങൾ തിരികെ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തന്നോട് റിവെഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടാണല്ലേ എന്നൊക്കെ ഓർത്ത് അവൾ വല്ലാതെ വിഷമിക്കുന്നു. ഹീറോയിന്റെ ഫോണിൽ ഇതിനോടകം തന്നെ മെസ്സേജ് വന്നിരുന്നു. അവളുടെ കടങ്ങളെല്ലാം, അതായത് ഹുവ ഫാമിലിക്ക് അവൾ കൊടുക്കാനുള്ള $35 മില്യൺ അവൻ കൊടുത്തു എന്നുള്ള മെസ്സേജ് ആയിരുന്നു ഇത്. ഹീറോയിനെ ഇതും വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. കാരണം അവൾ ചെയ്തതിനുള്ള പ്രത്യുപകാരം എന്ന രീതിയിലാണല്ലോ അവനിത് ചെയ്തേ ഓർത്തിട്ട്. ഈ സമയത്താണ് അവളെ ഹീറോ വിളിക്കുകയും അവൾ എവിടെയാണെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നത്. നീ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ കടങ്ങൾ തീർത്തേ എന്ന് ചോദിച്ച് അവൾ അവനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഇനി എന്റെ മുൻപിലേക്ക് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോ അവളെ അന്വേഷിച്ച് അവിടേക്ക് വരുമ്പോഴേക്കും അവളവിടെ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. നീ എന്റെ കടങ്ങളൊക്കെ തീർത്തത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരോട് ചോദിച്ചിട്ടാണ് നീ ഇത് ചെയ്തത്? നിന്റെ മുമ്പിലും ഒരു കടക്കാരിയായിരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവനും പറയുന്നുണ്ട്, നീ എന്തുമാത്രം ഹെൽപ്പ് എനിക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഞാനിത് ചെയ്താൽ എന്താണ് തെറ്റെന്നൊക്കെ അവളടുത്ത് ചോദിക്കുമ്പോൾ അവൾ അത് തീരെ ഉൾക്കൊള്ളാൻ തയ്യാറല്ലായിരുന്നു. ഹുവാച്ചിന് കൊടുക്കാനുള്ള പണം താൻ തന്നെ കൊടുക്കുകയും അവന്റെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടണമെന്നാണ് കരുതിയിരുന്നതെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. നീയാണല്ലോ ആ പണം പേ ചെയ്തെന്നോർത്ത് എനിക്ക് വല്ലാത്ത വിഷമമുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പേ ചെയ്തുകൂടെ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, അതൊന്നും വേണ്ട, ഭാവിയിൽ എന്തായാലും നമ്മൾ പിരിഞ്ഞു പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് അവൾ വല്ലാതെ ഫീൽ ചെയ്ത് കരയുന്നുണ്ട്. അവളാവട്ടെ അവിടെ നിന്ന് പോകാനും അവനോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിനക്ക് ഹെൽപ്പ് ചെയ്താൽ പോലും അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ എന്ന് ചോദിച്ച് ഹീറോയും അവളടുത്ത് ആർഗ്യുമെന്റിന് ഒരുങ്ങുന്നു. അങ്ങനെ രണ്ടുപേരും വലിയ തർക്കത്തിലാണ് ചെന്നെത്തുന്നത്. ഇനിയൊരിക്കലും തൻ്റെ കൺമുന്നിലേക്ക് വരരുതെന്ന് ഹീറോയിൻ അവനോട് ആവശ്യപ്പെടുമ്പോൾ ഇനിയൊരിക്കലും വരില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോയും അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ അവിടെ അവിടെ നിന്ന് കരയുന്നുണ്ട്. അവനൊരു പാവമാണ്, അവനെന്തിനാണ് എൻ്റെ പണമൊക്കെ അടച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അവൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് കാറിലേക്ക് കയറി അവിടെ നിന്ന് പോകുന്നുണ്ട്. അസിസ്റ്റന്റ് ഈ സമയത്ത് അവനോട് ചോദിക്കുന്നുണ്ട്, ഒരുപാട് ലേറ്റ് ആയല്ലോ, മേഡം ഇപ്പോൾ അവിടെ നിന്ന് പോയി കാണുമോ എന്ന്. ഈ സമയത്താണ് ഹീറോ ആലോചിക്കുന്നത്, ഹീറോയിന് ഇരുട്ട് ഭയങ്കര പേടിയാണല്ലോ എന്ന്. അവനൊരു ഫ്ലാഷ് ബാക്കും ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്. രാത്രിയിൽ അവരിരുവരും കൂടി ഒരുമിച്ച് നടന്നു വരുന്ന സമയത്ത് ഹീറോയിൻ അവനോട് പറയുന്നുണ്ട്, എപ്പോഴും എന്നോടൊപ്പം തന്നെ ഇരിക്കണം, എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണെന്ന്. ഇത് ഓർത്തെടുത്ത ഹീറോ ആവട്ടെ അവൾ ഒന്നത് ഡ്രിങ്ക്സും കൂടി കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പരിഭ്രാന്തിയോടെ തന്നെ അവളെ കാണാനായി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല, എപ്പോഴും നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ് ഹീറോ പിന്നിൽ നിന്ന് വന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. വിടടാ നീ, എനിക്ക് ആരും വേണ്ട, ഞാൻ ഇനി മുതൽ തനിയായി ഇരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഹീറോയിൻ വീണ്ടും ഡ്രിങ്ക്സ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അവൻ അവളെ എവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതിനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്? എന്നോട് ചോദിക്കാതെ എന്റെ കടങ്ങൾ എന്തിനാണ് വീട്ടിയത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. കുടിച്ചിട്ടാണെങ്കിൽ അവൾക്ക് കാല് പോലും നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോ പറയുന്നുണ്ട്, ഞാനൊരു ഹെൽപ്പ് മാത്രമല്ലേ ചെയ്തോളൂ എന്ന്, പണം കൊണ്ടെല്ലാം വാങ്ങാമെന്ന് നീ കരുതുവെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. നീ എന്ത് വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. ആദ്യം നിന്റെ കൈയിഞ്ഞതാ, ഞാൻ നിന്നെ സേഫായി തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കൈയൊന്നും തരില്ല, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാമെന്ന് അവളും പറയുന്നുണ്ട്.
കാലം നിലത്തുറക്കാതെ അവൾ താഴേക്ക് വരെ വീഴാൻ പോകുന്നുണ്ട്. ഞാൻ നിന്നോടൊപ്പം ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷെ അതെന്തായാലും നടക്കില്ല. നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോകേണ്ടവരാണ്. എന്റെ കടങ്ങൾ നീ വീട്ടേണ്ട യാതൊരു കാര്യവുമില്ല, എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് അവൾ പറയുന്നു. എന്റെ കടങ്ങൾ വീട്ടാൻ എന്നെ കൊണ്ട് തന്നെ സാധിക്കും. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് നിന്നോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഇനി അതൊന്നും വേണ്ട. നീ എൻ്റെ അടുത്തുനിന്ന് പോയേ മതിയാവൂ എന്ന് അവൾ പറയുന്നു. ഹീറോ ആവട്ടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ബലമായി തന്നെ പിടിച്ചു വാങ്ങി കുടിച്ചതിന് ശേഷം അവളടുത്ത് പറയുന്നുണ്ട്, നിന്നോടൊപ്പം അന്ന് ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? ഞാൻ നിനക്കൊരിക്കലും യോഗ്യനല്ല എന്നൊരു ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് സത്യം തന്നെയാണ്. ഞാൻ നിന്നോടൊപ്പം ഉള്ളത് നിനക്കും കൂടി നാണക്കേടാണ്. ഈ 5 വർഷത്തിൽ ഒരിക്കൽ പോലും നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് നീ എന്നെ വിട്ടുപോകുന്നതിനെ കുറിച്ചാണ്, അല്ലാതെ ഒന്നിനെയും കുറിച്ചും എനിക്ക് പേടിയില്ലായിരുന്നു. നീയാണ് എന്നെ ആദ്യം ബ്രേക്കപ്പ് ചെയ്ത് പോയത്. അന്ന് എനിക്ക് അതിന്റെ കാരണം അറിയില്ലായിരുന്നു. ഇപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി തന്നെ എനിക്കറിയാം. ഈ ബ്രേസ്ലെറ്റ് നിന്റെ കയ്യിൽ കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കിയതാണ് നിനക്ക് എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. നിന്നെ ഞാൻ ഒരുപാട് ലവ് ചെയ്യുന്നോണ്ടാണ് നിന്റെ കടങ്ങളെല്ലാം ഞാൻ തന്നെ വീട്ടിയത്. അതിന് നീ മറ്റൊരർത്ഥവും കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് ഹീറോ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ നീ എന്നെ വിട്ടുപോയി, ഇനിയെങ്കിലും നീ എന്നെ വിട്ടുപോകരുത്. എൻ്റെ ജീവിതത്തിലെ ഒരു മൂൺലൈറ്റ് ആണ് നീ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ കരയുന്നുണ്ട്. ഹീറോയിനും ഇതൊക്കെ കേട്ട് വല്ലാതെ ഫീലായി കരയുന്നുണ്ട്. ഞാൻ നിന്നെ വേണ്ടെന്ന് വെച്ച നിമിഷം മുതൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നാണോ നീ കരുതിയത്? ഇത്രയും നാളെ ഞാൻ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചെന്നറിയാമോ? കടങ്ങൾ വീട്ടാനായി 3 ജോലികളാണ് ഞാൻ ഒരു ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സാൽമണും ഷ്രിമ്പും ഒക്കെ കഴിക്കണമെന്ന് എത്ര ആഗ്രഹം ഉണ്ടെന്നറിയാമോ? അതിൻ്റെ ടേസ്റ്റൊക്കെ എൻ്റെ നാവിൽ നിന്ന് തന്നെ പോയി. അവൾക്ക് ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വാങ്ങി നൽകാമെന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. എൻ്റെ തോളിലേക്ക് കയറിക്കോളാൻ അവനും പറയുന്നുണ്ട്. എന്നെ തോളിലേറ്റി കൊണ്ടുപോകുമെന്ന് അവൾ അതിശയത്തോടെ ചോദിക്കുമ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. തോളിലേക്ക് കയറിയിരുന്നതിന് ശേഷം അവൾ പറയുന്നുണ്ട്, ഒരിക്കലും എന്നെ താഴെ വെക്കരുത്, വീടെത്തുന്നവരെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന്. അവനും അതിന് ഓക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ചോക്ലേറ്റ് വേണം, ഐസ്ക്രീം വേണം, ഫ്രഷ് ഫിഷ് വേണം എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് ലിസ്റ്റ് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവൾക്ക് വാങ്ങി നൽകാനായി. അവനാവട്ടെ അതിനെല്ലാം ഓക്കെ പറയുന്നുണ്ട്. എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാമെന്നും പറയുന്നു. ഒരിക്കലും തന്നെ വിട്ടുപോകാതിരുന്നാൽ മാത്രം മതിയെന്ന് അവൻ പറയുന്നുണ്ട്. ഉള്ളിൽ മദ്യം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റിൽ ഹീറോയിൻ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഹീറോ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് അവളെ തോളിലേറ്റിക്കൊണ്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഹീറോ ആവട്ടെ അവൾ കുറച്ച് ഓക്കെ ആവട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ മോന്തിന് അവൾ ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ കുടിക്കുന്ന കണ്ടിട്ട് ഹീറോ പറയുന്നുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് കുടിക്കുകയൊന്നും വേണ്ട, ആ വെള്ളം നിന്റെ കയ്യിൽ നിന്ന് ആരും കൊണ്ടുപോകില്ല എന്ന്. ഞാനിപ്പോൾ ഓക്കെയാണ്, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന്? എൻ്റെ വീട്ടിലാണ്, നിനക്ക് ഇതുവരെ അത് മനസ്സിലായില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ പറ്റിച്ചതല്ലേ, എനിക്കറിയാം ഇത് നിന്റെ വീടാണെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഹീറോനാവട്ടെ അതിനുശേഷം ഹീറോയുടെ കവിളിൽ പിടിച്ചതിന് ശേഷം അതൊക്കെ ശരി, നീ ആരാണെന്ന് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീ ഒരുപാട് മദ്യപിച്ചിരിക്കുകയാണ്, ഞാൻ ഹാങ് ഓവർ സോപ്പ് വല്ലതും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നീ മുറിയിലേക്ക് പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അവനെ വിടാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ ഐസ്ക്രീം കഴിക്കണമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൻ പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് അവൾ അവനെ പെട്ടെന്ന് കിസ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത്, നാളെ ഇതൊന്നും മറന്നു പോരുത്, നീയാണ് എന്നെ ഫസ്റ്റ് കിസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഞാൻ ഐസ്ക്രീം മാത്രമേ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവളെ വീണ്ടും അവനെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഡീപ്പായി കിസ് ചെയ്യുന്നു. ഹീറോനാവട്ടെ അവൻ്റെ തോളിലേക്ക് ചാരിയതിനു ശേഷം ഞാനിതൊന്നും മറന്നു പോവില്ല എന്നും ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിന്നെയാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. രാവിലെ ഹീറോയിൻ എഴുന്നേറ്റ് നോക്കുമ്പോഴാവട്ടെ അവള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരുന്നു. നീ എന്താടാ എന്നെ ചെയ്തേന്ന് അവള് പരിഭ്രാന്തിയോടെ അവനെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്ന? നീയാണ് എന്നെ ഫസ്റ്റ് കിസ് ചെയ്യരുത്, അതിനുശേഷം ഹഗ് ചെയ്യരുത്, പിന്നീട് എന്താ നടന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അതിനുശേഷം എന്താ നടന്നത്? അല്ലാതെ ഒന്നുമില്ല, ഞാൻ മേടിഞ്ഞെ വിളിച്ചാൽ നിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിച്ചു, അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത്രേ ഉള്ളൂ എന്ന് അവളും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സാൽമണും ഷ്രിമ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ താഴേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ മാത്രമാണ് അവൾക്കൊന്ന് ആശ്വാസമായത്. അവൾ താഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഹീറോ പറയുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ചോ. ലീവ് എടുത്തോ എന്ന് പറയുമ്പോൾ ലീവൊന്നും എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് ഒരുപാട് ജോലികൾ പെൻഡിങ് ആയി കിടക്കുകയെന്ന് പറയുന്നുണ്ട് അവൾ. അതൊന്നും പറ്റില്ല, ഓൾറെഡി ഞാൻ നിന്റെ കമ്പനിയിൽ വിളിച്ച് ലീവ് പറഞ്ഞിരിക്കുകയാണെന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലാവില്ലേ എന്ന് ഹീറോയിൻ പരിഭ്രാന്തിയോടെ ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ പേടിക്കാനുള്ളതിന്റെ കാരണം എന്താ? നമ്മുടെ റിലേഷൻഷിപ്പ് റിയൽ ആയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അത് അറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ട്, അതിന്റെ കൂടെ ഞാൻ
ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അത് വേറൊരു രീതിയിലല്ലേ ആൾക്കാർ എടുക്കുമെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷനൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം, നീ അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട എന്ന് തന്നെ ഹീറോ പറയുന്നു. ഇപ്പോൾ നീ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള കോഡിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രിച്ചാൽ മതി എന്ന് ഹീറോ പറയുന്നുണ്ട്. അവളും പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പ്രസ്റ്റീജിന്റെ ഇഷ്യൂ തന്നെയാണ് ഈ പ്രോജക്റ്റ്. എന്നെയാണ് കമ്പനി ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെയാന്ന് അവൾ പറയുമ്പോൾ, നീ ഇത്ര പരിഭ്രാന്തിയാവേണ്ട കാര്യമൊന്നുമില്ല. കോഡിങ് വളരെ ഈസിയാണെന്ന് പറഞ്ഞു തന്നെ ഹീറോ ടിഷ്യൂ പേപ്പറിലേക്ക് എഴുതുന്നുണ്ട്. അതവളെ കാണിക്കുകയും ചെയ്യുന്നു. ഈ ടൈമിൽ ഹീറോന് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ കോഡിങ്ങിന്റെ കാര്യമൊന്നും വലിയ പിടിയില്ലായിരുന്ന സമയത്ത് ഹീറോ ആവട്ടെ എല്ലാ വർക്കുകളും വളരെയധികം സ്മാർട്ടായി തന്നെ ചെയ്തു തീർക്കുകയായിരുന്നു. അവനാവട്ടെ പ്രോബ്ലംസ് എല്ലാം അവൾക്ക് സോൾവ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളാവട്ടെ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ. അവൻ എത്രത്തോളം ഹാൻസം ആണെന്നൊക്കെയാണ് അവൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഹീറോ ഈ സമയത്ത് അവളടുത്ത് ചോദിക്കുന്നുണ്ട്, അവൾക്ക് വീണ്ടും ഈ പ്രോബ്ലം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാമെന്ന്. ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞു തരുന്ന സമയത്ത് നീ വളരെ ഹാൻസം ആണെന്ന് തന്നെ ഹീറോയിൻ ഈ സമയത്ത് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആണോ എന്ന രീതിയിൽ അവനും അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത ഹീറോയിൻ ആവട്ടെ വളരെയധികം വിഷമത്തോടെ തന്നെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. എപ്പോഴും എൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും നിന്നോടൊപ്പം തന്നെ കാണും, നീ എന്നെ വിട്ടിട്ട് പോകാതിരുന്നാൽ മതി എന്ന് തന്നെ ഹീറോ പറയുന്നുണ്ട്. ഇനി നീ എന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോകാൻ തീരുമാനിച്ചാലും തീർച്ചയായും തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് തന്നെ ഹീറോയും പറയുന്നുണ്ട്. അവളും അതിന് സന്തോഷത്തോടെ ഓക്കെ പറയുന്നു. അതിനുശേഷം 5 വർഷങ്ങൾക്ക് മുമ്പ് എന്തിനാണ് അവളെങ്ങനെ അവനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയെന്നുള്ള കാര്യം അവൻ അവളെടുത്ത് തിരക്കുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാമിലി ഒറ്റ രാത്രി കൊണ്ട് ബാങ്ക്രപ്റ്റിലാവുകയായിരുന്നു. ഹുവാജിനിന്റെ ഫാമിലി ആവട്ടെ മതിയായ പണം നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ അതിനവർ വെച്ചിരുന്ന കണ്ടീഷൻ മാരേജ് അലയൻസ് ആയിരുന്നു. ഹുവാജിനെ ഞാൻ വിവാഹം കഴിക്കണം, അതായിരുന്നു അവരുടെ കണ്ടീഷൻ. ഈ കടങ്ങളെല്ലാം നിന്നെ വിവാഹം കഴിച്ച് നിന്റെ തലയിലോട്ട് വെച്ച് തരാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുമാത്രമല്ല, ഒരിക്കൽ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുന്ന സമയത്ത് നീ നിന്റെ ഫ്രണ്ടിനോട് പറയുകയുണ്ടായി, എന്നെ നിനക്ക് വിവാഹം കഴിക്കാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല, എന്നെ ഇഷ്ടവുമല്ല എന്നൊക്കെ. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ നിന്നെ എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യുന്നത്? ഒരു ഡയമണ്ട് റിങ് പോലും നിനക്ക് വാങ്ങിയിട്ട് തരാനുള്ള കെൽപ്പ് എനിക്കില്ലല്ലോ. നല്ലൊരു ജോലിയൊക്കെ നേടി നല്ലൊരു പൊസിഷനിലെത്തിയതിനു ശേഷം തീർച്ചയായും നിന്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയണമെന്നാണ് താൻ കരുതിയിരുന്നതെന്ന് തന്നെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതിയതുപോലെയൊന്നും അല്ലായിരുന്നു, നിനക്ക് എന്നോട് ഇഷ്ടക്കേടൊന്നും ഇല്ലായിരുന്നോ എന്ന് അവൾ ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും അല്ല, നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. നമ്മൾ രണ്ടുപേരും അന്യോന്യം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതെല്ലാം എന്തായാലും മാറിയല്ലോ. നമ്മളുടെ റിലേഷൻ എന്തായാലും ഞാൻ ഇനി പബ്ലിക്കിന്റെ മുമ്പിൽ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഇനി മുതൽ നമ്മൾ സന്തോഷമായി ജീവിക്കുകയും ചെയ്യും. എന്നെ വിട്ട് ഒരിക്കലും നീ എവിടേക്കും പോവാതിരുന്നാൽ മതി. ഇതൊക്കെ കേട്ട് ഹീറോയിനും വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, ഇനി മുതൽ എപ്പോഴും നിന്നോടൊപ്പം തന്നെ കാണുമെന്നും ഒരിക്കലും ഇനി നിന്നെ വിട്ട് എവിടേക്കും പോകില്ല എന്നും അവന് വാക്കു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരിരുവരും ഹാപ്പിയായി തന്നെ കിസ് ചെയ്യുന്നു. അതിനുശേഷം സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഹീറോയിൻ ആവട്ടെ വളരെയധികം സന്തോഷത്തോടെ തന്നെ അവന്റെ നെഞ്ചിലേക്ക് ചായുന്നു. നൈറ്റ് ആയപ്പോഴേക്കും ഹീറോയെ മീറ്റ് ചെയ്യാനായി ഷിയ വരുന്നുണ്ട്. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ലൈഫിൽ ഞാനില്ലേ? നിന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും എൻ്റെ പക്കലുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പ് ഉടനടി പബ്ലിക് ആക്കണമെന്ന് അവൾ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത്രയും നാളും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ ഫെയിമിനും നിങ്ങളുടെ ഫെയിമിനും ആണെന്നും പറഞ്ഞല്ലേ ചെയ്തു കൂട്ടിയത്. അതിനെല്ലാം ഞാൻ കൂടെ തന്നെ നിന്നല്ലോ. ഇപ്പോൾ ആവശ്യം കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെക്കാൻ ശ്രമിക്കുകയാണോ? അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. 3 വർഷത്തോളമായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇതുവരെ എന്നോട് ഒരിക്കൽ പോലും ഫീലിങ്സ് ഉണ്ടായിട്ടില്ലേ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. എനിക്കിതുവരെ നിന്നോട് യാതൊരു ഫീലിങ്സും തോന്നിയിട്ടില്ല. അതിനുള്ള കാരണവും നിനക്ക് നന്നായി അറിയാം. ഇത് വെറും ഒരു ബിസിനസ് ഡീൽ മാത്രമായിരുന്നു. നിനക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു, അതിനു വേണ്ടി മാത്രം. ഇതോടെ ഇവിടെ വെച്ച് നിർത്തിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അവൾ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവൾ ഓരോ ടൈമിലും അവൻ്റെ അടുത്ത് പോകുമ്പോൾ അവൻ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവളോട് പെരുമാറിയിരുന്നത്. ഇപ്പോൾ അവളുടെ മനസ്സിലേക്ക് ആ രംഗങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അങ്ങനെ അവനെ ഹഗ് ചെയ്തുകൊണ്ടിരുന്ന അവൾ അവിടെ പെട്ടെന്ന് തന്നെ പിടിപിടിച്ചിട്ട്, ഇനി മുതൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നാളെ തന്നെ പ്രസ് കോൺഫറൻസ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ട് നാളെ തന്നെ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കോ. അതുമാത്രമല്ല, ഇതൊരു ഗുഡ് ബൈ ഹഗ് ആണ്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. നിന്റെ ഫ്യൂച്ചർ നീ നന്നായി തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള കോൺട്രാക്ട് എഗ്രിമെൻ്റ് ഒക്കെ അവിടെ വെച്ച് തന്നെ വലിച്ചു കീറി കളഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയുടെ അസിസ്റ്റന്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോ ആവട്ടെ അവൾക്ക് ഇനി മുതൽ നല്ലൊരു ഫ്യൂച്ചർ തന്നെ ലഭിക്കട്ടെ എന്ന് പറയുന്നുണ്ട്.
നെക്സ്റ്റ് സീനിലെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ വളരെയധികം ബിസി ആയിട്ട് തന്നെ അവളുടെ ജോലികളൊക്കെ തീർത്തോണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ അച്ഛന് തീരെ സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നൊരു കോള് വരുന്നുണ്ട്. ഹീറോയിൻ വളരെയധികം പരിഭ്രാന്തിയോടെ തന്നെ അച്ഛനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് മാനേജർ അവൾക്ക് എന്ത് പറ്റി എന്ന് വന്ന് അന്വേഷിക്കുന്നുണ്ട്. തന്റെ അച്ഛന് തീരെ സുഖമില്ലെന്നും ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നും ഇവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് അവള് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹീറോയ്ക്കും ഈ ടൈമിൽ കോള് വരുന്നുണ്ട്. ഹീറോയിന്റെ മാനേജർ തന്നെയാണ് വിളിച്ചിരുന്നത്. അയാൾ പറയുന്നുണ്ട് ഹീറോയിന്റെ അച്ഛന് തീരെ സുഖമില്ല, അവൾ അതുകൊണ്ട് കോഡിംഗ് ഒക്കെ നിർത്തി വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്ന്. അതിനുശേഷം ഇന്റർനെറ്റിൽ അവനെ പറ്റിയുള്ള റൂമേഴ്സ് ഒക്കെ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഹീറോ അവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഷിയ അവനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോ ആണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ വലിയ തലക്കെട്ടിൽ തന്നെ ന്യൂസായി പൊക്കോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നോ എന്ന് ഹീറോ ആലോചിക്കുന്നുണ്ട്. ശരിക്കും ഷിയ അല്ല ആക്ച്വലി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചത്, ഹുവാച്ചിൻ ആണ് ഇതിന്റെയൊക്കെ പിന്നില്. ഹീറോ ആവട്ടെ അസിസ്റ്റന്റിനെ വിളിച്ച് ഈ സ്പ്രെഡ് ആയ ന്യൂസ് ഉടനടി തന്നെ ബ്ലോക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം അവനും ഹീറോയിന്റെ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അച്ഛൻ പറയുന്നുണ്ട് നീ ഇവിടേക്ക് വരില്ലെന്നാണ് കരുതിയെന്ന്. എന്നെ കൊണ്ട് എങ്ങനെ വരാതിരിക്കാൻ സാധിക്കും? എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആകെയുള്ള ഒരേ ഒരു ദേഷ്യം ആ ഹുവാച്ചിനെ ഇങ്ങനെ വിവാഹം കഴിക്കാനായി എന്നെ നിർബന്ധിക്കുന്നതാണെന്ന് ഹീറോയിൻ പറയുമ്പോൾ നീ സന്തോഷത്തോടെ ജീവിക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത്. ആ പാവപ്പെട്ട പയ്യനോടൊപ്പം ജീവിക്കുന്നതിൽ നിനക്ക് യാതൊരു സന്തോഷവും ലഭിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ അവൻ നിന്റെ കൂടെ നല്ലപോലെ ആയിരിക്കും പെരുമാറുന്നത്, പക്ഷെ ഭാവിയിൽ എങ്ങനെയായിരിക്കണമെന്നൊന്നും പറയാൻ സാധിക്കില്ല. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഈ സമയത്ത് തന്നെ ഹുവാച്ചിൻ അവിടേക്ക് വരുന്നുണ്ട്. ഹുവാച്ചിനെ ആവട്ടെ ഹീറോയിന്റെ അച്ഛനെ നോക്കി കണ്ണു കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയും ഷിയയും ഒരുമിച്ചുള്ള ന്യൂസൊക്കെ ഹീറോയിനെ കാണിച്ചു കൊടുക്കുകയും അയാൾ അതിനെപ്പറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് വെറും ഒരു റൂമേഴ്സ് മാത്രമാണെന്ന് ഹീറോയിൻ അവളുടെ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് റൂമേഴ്സ് ഒന്നുമല്ല, ഇത് തന്നെയാണ് സത്യം. അവൻ എപ്പോഴും ഷിയയ്ക്ക് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കൂ. നിന്നെ അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് തന്നെ അവളുടെ അച്ഛൻ വീണ്ടും എതിർത്ത് പറയുന്നു. ഈ സമയത്താണ് ഹീറോ അവിടേക്ക് വരുന്നത്. ഒരുപാട് നാളായല്ലോ അങ്കിൾ നിങ്ങളെ കണ്ടിട്ട്, ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ അകത്തേക്ക് കയറി വരുന്നത്. ഈ ടൈമിൽ തന്നെ ഹീറോയ്ക്കും അതുപോലെ ഹീറോയിന്റെ അച്ഛനും ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നുണ്ട്. തൻ്റെ മകൾക്ക് ദാരിദ്ര്യം പിടിച്ചൊരു ജീവിതം നൽകാനല്ല താൻ ആഗ്രഹിക്കുന്നത്, വളരെ റിച്ച് ആയിട്ടുള്ള ജീവിതം സന്തോഷകരമായി അവൾ നയിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് കുറേയധികം പണം ഹീറോയുടെ മുൻപിലേക്ക് അയാൾ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അവൾ എന്നെ വിട്ടു പോകാത്തിടത്തോളം കാലം അവളോടൊപ്പം താൻ ഉണ്ടാവുമെന്ന് പറയുകയും തീർച്ചയായും ഹയർ പൊസിഷനിലെത്തിയതിനു ശേഷം വന്ന് പെണ്ണ് ചോദിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് വന്നപ്പോൾ ഹീറോ പറയുന്നുണ്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. എൻ്റെ പേര് യാങ് എന്നാണ്. റുക്സിയൻ ടെക്നോളജിയുടെ ഫൗണ്ടറാണ് ഞാൻ. അതുമാത്രമല്ല ഞാൻ യുമിങ്ങിൻ്റെ ബോസും ആണെന്ന് പറയുമ്പോൾ അവളുടെ അച്ഛൻ വളരെയധികം ദേഷ്യത്തോടെ തന്നെ നിന്നോടാരാ ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറഞ്ഞത്, മര്യാദയ്ക്ക് ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം, ഹുവ ഫാമിലിയിൽ നിങ്ങൾ കൊടുക്കാനുള്ള എല്ലാ പണവും കൊടുത്തു തീർത്തത് ഞാനാ, എന്നിട്ട് ഞാനാണ് നിങ്ങളുടെ ഇപ്പോൾ ഏറ്റവും വലിയ ക്രെഡിറ്ററും. എന്നെ ഇവിടുന്ന് നിങ്ങൾ പുറത്താക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. നീ എന്നെ കൺവിൻസ് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട, എനിക്ക് തീരെ ഇഷ്ടവുമല്ല. നിന്നോടൊപ്പം എൻ്റെ മകളെ തീർച്ചയായും ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. മര്യാദയ്ക്ക് ഇവിടം വിട്ട് പൊക്കോ എന്ന് തന്നെ അവളുടെ അച്ഛൻ താക്കീതോടെ പറയുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇത്ര ഈസിയായി എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ എന്ന് ഹീറോ അയാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് അത് വലിയൊരു കഥ തന്നെയാണ്, എന്നിരുന്നാലും ഞാനതിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോളാൻ അവൾ പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹെൽത്ത് നന്നായി നോക്കണമെന്നും നന്നായി ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. താൻ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ യാങ്ങിനോടൊപ്പം തന്നെ ഇരിക്കാൻ അനുവദിക്കുമോ എന്ന് അവൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ നെഞ്ചുവേദന വരുന്ന കണക്ക് അഭിനയിച്ചതിന് ശേഷം അവളുടെ അച്ഛൻ കണ്ണുകൾ അടച്ചു കിടക്കുന്നുണ്ട്. യാങ്ങിൻ്റെ അവളുടെ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കാനുള്ള ഒരടവ് മാത്രമാണിതെന്ന് അവൾക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ട്. ഹുവാച്ചിനും അവളുടെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് നീ കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ അദ്ദേഹത്തിന് വന്നേ. നീ ഇനി വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നും എല്ലേ വിവാഹം കഴിച്ച് സമാധാനമായി ജീവിക്കാൻ ലോക്ക്, അല്ലാതെ ഇങ്ങനെ യാങ്ങിൻ്റെ പിന്നാലെ പോവാതെ എന്നൊക്കെ അവൻ പറയുന്നു. നീ നല്ല പിള്ള ചമയാനൊന്നും ശ്രമിക്കേണ്ട, എൻ്റെ കുടുംബത്തിന് ഗതി വന്നത് തന്നെ നീയാണ് കാരണമെന്ന് അവൾ പറയുമ്പോൾ ഞാനിത് ചെയ്തുവല്ലോ അറിയാത്ത മട്ടിൽ തന്നെ ഹുവാച്ചിൻ പറയുന്നുണ്ടെങ്കിലും ഹീറോ പറയുന്നുണ്ട് അവളുടെ ഫാമിലി ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്താനുള്ള കാരണം നീയാണെന്ന്. യു ഫാമിലിയെ ബാങ്ക്രപ്റ്റിലേക്ക് നയിച്ചതിന് ശേഷം അവളുടെ അച്ഛൻ നിന്റെ മുമ്പിൽ കൈനീട്ടി യാചിച്ച് നിൽക്കുമെന്ന് നിനക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. സഹായിക്കുന്നതിൻ്റെ മറവിൽ ഹീറോയിനെ സ്വന്തമാക്കാനും നീ പദ്ധതി ഇട്ടിരുന്നു എന്നൊക്കെ ഹീറോ പറയുമ്പോൾ അതെ ഞാൻ തന്നെയാണ് ചെയ്തത്, പക്ഷേ നിങ്ങൾ എന്തു പറഞ്ഞാലും യുമിങ്ങിനെ അവളുടെ അച്ഛൻ എനിക്ക് തന്നെ വിവാഹം ചെയ്തു തരൂ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊന്നും അയാളെ വിശ്വസിക്കാനും പോകുന്നില്ല എന്ന് തന്നെ ഹുവാച്ചിൻ കോൺഫിഡൻ്റ് ആയി പറയുന്നുണ്ട്.
ഈ സമയത്ത് ഹീറോയിനാവട്ടെ മതിയച്ച ഇനിയെങ്കിലും കണ്ണ് തുറക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ കണ്ണ് തുറക്കുന്നുണ്ട്. ഹുവാച്ചിനാവട്ടെ വളരെയധികം പരിഭ്രാന്തിയോടെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛന്റെ ബോധം മറിഞ്ഞിരിക്കുകയാണെന്ന് കരുതിയിട്ടാണ് ഹുവാച്ചിൻ ഈ സത്യങ്ങളെല്ലാം അവിടെ വെച്ച് തുറന്നു പറഞ്ഞത്. സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അവളുടെ അച്ഛനാവട്ടെ ഇത്രയും വലിയൊരു ചതിയാണല്ലോ നീ ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തത്. തീർച്ചയായും ഇനി എന്റെ മകളെ നിന്നെ പോലൊരു ചതിയെ വിവാഹം ചെയ്ത് തരില്ല എന്ന് തന്നെ പറയുന്നു. ഇത് കേട്ട ഹുവാച്ചിന്റെ ആവട്ടെ നിങ്ങളെയൊക്കെ എന്ത് ചെയ്യുമെന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നു. അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, യാങ് വളരെ നല്ലവനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ സഹായം തേടിപ്പോയെന്ന് തന്നെയാണ് നിങ്ങളെ ചതിച്ചിരിക്കുന്നത്. അത് എനിക്ക് വേണ്ടി. നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ തന്നെ കാരണം അവനാണ്. എനിക്കാണെങ്കിൽ വലിയൊരു പ്രോജക്റ്റ് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ കുടുംബത്തെ വീണ്ടും പഴയ നിലയിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തന്നെ അവൾ ഉറപ്പോടെ അച്ഛനോട് പറയുന്നുണ്ട്. അവളുടെ അച്ഛനും ചോദിക്കുന്നുണ്ട്, ആ പ്രോജക്റ്റ് നിനക്ക് ലഭിക്കുമെന്ന് തീർച്ചയായും ഉറപ്പാണോ എന്ന്. ഈ സമയം ഹീറോയും അവളുടെ തൊട്ടടുത്തേക്ക് വരുന്നുണ്ട്. അവൾ അതേന്ന് പറയുന്നുണ്ട്. ഒരവസരം കൂടി ഞങ്ങൾക്ക് ഇരുവർക്കും തരണമെന്നും നമ്മുടെ കുടുംബത്തെ പഴയ നിലയിലേക്ക് എത്തിക്കുമെന്നും അച്ഛനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുമെന്നും അവൾ വാക്കു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിന് കമ്പനിയിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവളുടെ കമ്പ്യൂട്ടർ ആരോ ഹാക്ക് ചെയ്തിരിക്കുകയാണെന്നും പ്രോജക്റ്റ് പകുതി വെച്ച് നിന്നുപോയെന്നൊക്കെയാണ് ആ കോളിൽ നിന്ന് അറിയാൻ സാധിച്ച വിവരം. അങ്ങനെ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി ഹീറോയിൻ നേരെ കമ്പനിയിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം ഒരു കോൺഫറൻസ് മീറ്റിംഗ് തന്നെ ഹീറോ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവരാവട്ടെ അവളെയും കൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. ഹീറോയിൻ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ പ്രസ് കോൺഫറൻസും അറേഞ്ച് ചെയ്തിരുന്നത്. കാരണം ഹീറോയിനും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണല്ലോ ഇത്. റിപ്പോർട്ടേഴ്സിനെ കണ്ട ഹീറോയിൻ പരിഭ്രാന്തിയോടെ തന്നെ മുഖം മറയ്ക്കുന്നു. നീ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഹീറോ അവളടുത്ത് പറയുന്നുണ്ട്. ഒരു റിപ്പോർട്ടർ ആവട്ടെ നിങ്ങൾ ഷീയായിട്ട് ബ്രേക്കപ്പ് ആയെന്ന് കേട്ടല്ലോ, ഇത് നിങ്ങളുടെ പുതിയ ഗേൾഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ആവട്ടെ ഹീറോയിന്റെ കൈകൾ ചേർത്ത് പിടിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ഞാനും ഷീയുമായി യാതൊരു ബന്ധവുമില്ല. ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ ലൈഫ് ലോങ് ഞാൻ പ്രണയിച്ചിരുന്നത് ഈ പെൺകുട്ടിയാണ്. ഇവളാണ് എൻ്റെ വൈഫ് ആവാൻ പോകുന്നേയെന്നും ഉടനടി തന്നെ ഞങ്ങളുടെ മാരേജ് നടക്കുമെന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട് അവളെയും കൂട്ടി. അവിടേക്ക് ഹുവാച്ചിൻ വരികയും അവനോട് പറയുന്നുണ്ട്, ഈ പ്രോജക്റ്റ് നല്ല രീതിക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഹീറോയിനെ അവന് വിട്ടു നൽകണമെന്നും, അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് ഒരു വിധേനയും നേരെ ചൊവ്വേ പോകാൻ അവൻ അനുവദിക്കില്ല എന്നും പറയുന്നുണ്ട്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തു നോക്ക്, എന്തായാലും ഈ പ്രോജക്റ്റ് വൻ വിജയമായിരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹീറോയിനാവട്ടെ അവളുടെ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. ലവ് ഡയറി എന്നാണ് അവളുടെ പ്രോജക്റ്റിന്റെ നെയിമെന്നും കപ്പിൾസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നതെന്നും അവൾ എല്ലാവരോടുമായി പറയുന്നുണ്ട്. പ്രോജക്റ്റിനെ കുറിച്ച് അവൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ പെട്ടെന്ന് ബ്ലാക്ക് ആവുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അവിടെയുള്ളവരെല്ലാം ഷോക്ക് ആവുന്നുണ്ട്. അതുമാത്രമല്ല ഹുവാച്ചിനെ ആവട്ടെ ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് മനസ്സിലാലോചിച്ച് അവിടെ ഇരുന്ന് ചിരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളാണ് പിന്നീട് കാണിക്കുന്നത്. ഹീറോയിന്റെ കമ്പ്യൂട്ടർ ആരോ ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞൊരു വിവരം ലഭിച്ച് അവരിരുവരും കമ്പനിയിലേക്ക് പോയിരുന്നല്ലോ. ഹീറോ ആവട്ടെ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് അവൾ ചെയ്ത പ്രോജക്റ്റ് എല്ലാം വീണ്ടും ബാക്കപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് പ്രസന്റിലേക്കാണ് കാണിക്കുന്നത്. ഹീറോയിനാവട്ടെ വളരെ ഗംഭീരമായി തന്നെ അവളുടെ പ്രോജക്റ്റ് പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ. രാപ്പകലില്ലാതെ അവൾ കഷ്ടപ്പെട്ട് ചെയ്ത പ്രോജക്റ്റ് അല്ലേ, അതെങ്ങനെ ഫെയിൽ ആവാൻ സാധിക്കും? അതിനെന്തായാലും ഹീറോ സമ്മതിക്കില്ലല്ലോ. പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ പറയുന്നുണ്ട്, ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി പലരും പദ്ധതികൾ ആസൂത്രണം നടത്തിയിരുന്നു എന്നും, എന്നിരുന്നാലും അതൊക്കെ ഫെയിലായി. അവസാനം എനിക്ക് ഈ പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും സാധിച്ചു. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെടുമെന്നും ഉപകാരപ്പെടുമെന്നുമാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇതിനു വേണ്ടി ഇഫോർട്ട് എടുത്തിട്ടുണ്ട്. കേട്ടപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ്റെ മനസ്സിലാവട്ടെ അഭിമാനബോധവും സന്തോഷവും സങ്കടവും ഒക്കെ ഒരുപോലെ കടന്നു പോകുന്നുണ്ട്. ഒടുവിൽ ഹീറോയിൻ്റെ പ്രോജക്റ്റ് വിജയിക്കുകയും അവൾക്ക് 50 മില്യൺ പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ വളരെയധികം ഹാപ്പിയായി തന്നെ അവൾക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അവൾ ഈ ഒരു നിലയിൽ എത്തിക്കാണണമെന്നാണ് താൻ ആഗ്രഹിച്ചതെന്ന് അവൻ മനസ്സിലോർക്കുന്നു. തൻ്റെ മകളെ താൻ എത്രത്തോളം വിഷമിപ്പിച്ചു എന്നൊക്കെ ആലോചിച്ച് ആ അച്ഛനും വല്ലാതെ വിഷമിക്കുന്നുണ്ട് അവളുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ. ഹീറോയിൻ്റെ അച്ഛനും ഒക്കെ വളരെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഹുവാച്ചിനെ ആവട്ടെ നിങ്ങളെ ഒന്നും സന്തോഷമായി ഇരിക്കാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഹീറോയിൻ വിശ്രമമുറിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഹുവാച്ചിൻ അവിടേക്ക് വരുന്നുണ്ട്. അവനൊരു ചാൻസും കൂടി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, നിനക്കിനി എന്ത് ചാൻസാണ് ഞാൻ തരേണ്ടത്? എന്ത് വിശദീകരിക്കാനാണ് നിനക്ക് ഞാൻ ഇനി സമയം തരേണ്ടത്? എൻ്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തതും അതുപോലെ തന്നെ ഷീയുടെയും ഹീറോയുടെയും ഫോട്ടോസൊക്കെ പബ്ലിസിറ്റി ചെയ്തത് നീ അല്ലേ എന്നൊക്കെ ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല എന്നവൻ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇനി നീയൊന്നും പറയണ്ട, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവളെ അവൻ തടഞ്ഞു നിർത്തിയിട്ട്, നമ്മൾ ഇതുവരെ വിവാഹം കഴിച്ചില്ലെന്നല്ലേ ഉള്ളൂ, 5 വർഷമായി ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവളോട് മോശമായി പെരുമാറാനൊരുങ്ങുന്നു. അവളാവട്ടെ വളരെയധികം ശക്തിയെടുത്ത് അവനെ തള്ളിക്കളയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ
ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. അവൾ ഓടി അവന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹുവാജിൻ അവളെ തടഞ്ഞ് അവളുടെ കഴുത്തിൽ ഒരു കത്തി വെക്കുന്നു. ഹീറോ അടുത്ത് അവൻ പറയുന്നുണ്ട്, ഇവളെ വേണമെങ്കിൽ ഞാൻ നിനക്ക് തന്നേക്കാം. എന്റെ കമ്പനി ഇപ്പോൾ ബാങ്ക്രപ്റ്റിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അതിനെല്ലാം കാരണം നീയാണ്. എന്റെ കമ്പനിയുടെ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ചിപ്പും അതുപോലെ തന്നെ നിന്റെ കമ്പനിയുടെ കോറും എനിക്ക് ആവശ്യമുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഹീറോയിൻ അത് കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവനാവട്ടെ അവളുടെ കഴുത്തിലുള്ള കത്തി ഒന്നും കൂടി അടുപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോ ആവട്ടെ അവളെ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പ് എടുത്ത് കൊടുക്കാനായി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ അവളെ കണ്ണ് കാണിക്കുന്നുണ്ട്. ചിപ്പ് എടുത്ത് ഹീറോ അവിടെ ദൂരേക്ക് എറിയുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഹീറോയിനാവട്ടെ അവന്റെ കയ്യിൽ ഒരു കടിയും കൊടുത്ത് അവനെ പിടിച്ചു തള്ളുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിനെ അവന്റെ അടുത്തേക്ക് നിർത്തി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. ഹുവാജിനാവട്ടെ ഒരു ഭ്രാന്തനെ പോലെ ആ ചിപ്പ് എടുക്കാൻ പോകുന്നുണ്ട്. അത് തുറന്നു നോക്കിയപ്പോഴാവട്ടെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ബോഡി ഗാർഡ്സ് ഈ അവസരത്തിൽ അവിടേക്ക് എത്തി അവനെ പിടികൂടുന്നുണ്ട്. ഹീറോയുടെ ഓർഡർ പ്രകാരം തന്നെ ബോഡി ഗാർഡ്സ് അവനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവനാവട്ടെ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അവള് പറയുന്നുണ്ട്. പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം ഹീറോയും ഹീറോയിനും കൂടി ഒരുമിച്ചുണ്ടായിരുന്ന കോളേജിലേക്ക് അവരിരുവരും കൂടി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഹീറോ പറയുന്നുണ്ട്, ഇതുപോലെ നീ എപ്പോഴും എന്നോടൊപ്പം ഹാപ്പി ആയി ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന്. അവളും പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഇതുപോലെ ഹാപ്പിയായി തന്നെ ഇരിക്കണമെന്നാണ് ആഗ്രഹിച്ചതെന്ന്. കോളേജൊക്കെ ചുറ്റി നടന്ന് കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ ഈ സമയത്ത് കടന്നു പോകുന്നുണ്ട്. ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോ? ഇവിടെ വെച്ചാണ് നീ എന്നെ പ്രപ്പോസ് ചെയ്തേന്ന്. അത് ഞാനെങ്ങനെ മറക്കും, ഞാനെന്ന് ഭയങ്കര ധൈര്യശാലിയായിരുന്നല്ലോ എന്നൊക്കെ അവള് പറഞ്ഞു ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇവിടെ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അന്ന് അതിന് കഴിഞ്ഞില്ല, പക്ഷെ ഇപ്പോൾ അതിന് സാധിക്കുമെന്ന് പറഞ്ഞ് അവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു പയ്യൻ അവിടേക്ക് വന്ന്, ഹലോ സീനിയർ മാഡം, നിങ്ങൾ യുമിങ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ എങ്ങനെ അറിയാമെന്ന് അവൾ അതിശയത്തോടെ ചോദിക്കുമ്പോൾ, ഞാൻ പ്രസിഡന്റ് യാങ്ങിന്റെ കമ്പനിയിൽ ഒരു ജൂനിയറായി വർക്ക് ചെയ്യുകയാണ്. പ്രസിഡന്റിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു, നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതിനെപ്പറ്റി നിങ്ങളുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ പേരെന്താണെന്നൊക്കെ അറിയാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഹീറോയിൻ അതിശയത്തോടെ തന്നെ അതിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രസിഡന്റ് യാങ്ങിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവനോട് നിർബന്ധപൂർവ്വം തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുള്ളതല്ലേ, എന്താണ് ആ പ്രോജക്റ്റിന്റെ നെയിം എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്കത് അറിഞ്ഞേ തീരൂ, എങ്കിൽ ഞാനത് പറയാമെന്ന് പറഞ്ഞ് ഹീറോ ആവട്ടെ അവളുടെ ചെവിയുടെ അടുത്തേക്ക് വന്നിട്ട്, ആരെങ്കിലും യുമിങ്ങിനെ കാണുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുള്ള വിവരം അറിയിക്കണമെന്നായിരുന്നു. നീ എന്നെ ഇത്രത്തോളം ലവ് ചെയ്തിരുന്നോ എന്ന് ഹീറോയിൻ അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അതേ എന്ന് അവൻ പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവനെ ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഹീറോ ആവട്ടെ അവൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ ലാപ്ടോപ്പിൽ ചെയ്ത വർക്ക് ഈ സമയത്ത് മനസ്സിലാലോചിക്കുന്നുണ്ട്. ആരെങ്കിലും യുമിങ്ങിനെ കാണുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുള്ള വിവരം അറിയിക്കണമെന്നായിരുന്നു ഒരു തോട്ട് പോലെ അതിൽ കൊടുത്തിരുന്നത്. നൈറ്റ് ആയപ്പോഴേക്കും ഹീറോയും ഹീറോയിനും കൂടി വളരെയധികം സന്തോഷത്തോടെ തന്നെ ബൈനോക്കുലറൊക്കെ വെച്ച് ചന്ദ്രന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഹീറോ ആവട്ടെ, ഈ മൂൺലൈറ്റ് പോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പ്രകാശമായിരുന്നു നീയെന്നും എൻ്റെ ജീവിതത്തിലെ ദേവതയായിരുന്നു നീയെന്നും എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. ഈ 5 വർഷങ്ങൾക്കിടയിൽ എൻ്റെ ജീവിതം വളരെയധികം ഇരുട്ട് ബാധിച്ചതായിരുന്നു. നിന്നെ കണ്ടതിന് ശേഷമാണ് വീണ്ടും അത് പ്രകാശപൂരിതമായത്. ഈ നിലാവെളിച്ചത്തെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്, ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്, വിവാഹം കഴിക്കാനും ആഗ്രഹിക്കുന്നു. നിനക്കതിന് സമ്മതമാണോ എന്ന് അവൻ അവളടുത്ത് ചോദിക്കുമ്പോൾ അവൾ സമ്മതമാണെന്നും അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവരിരുവരും കിസ് ചെയ്യുകയും ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ടൈമിൽ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നടന്ന ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ രണ്ടുപേരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിൽ കുറേയധികം കൂട്ടുകാർ അവരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഷന, സിയാൻ, മിസ്ബ, ഹനി, ഷഫ, ഷഫീന, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡ്രാമ കാണുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.